നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഒരു വ്യക്തി നന്നായാൽ കുടുംബം നന്നാകുന്നു, കുടുംബം നന്നായാൽ സമൂഹം നന്നാകുന്നു, സമൂഹം നന്നായാൽ രാജ്യം, പിന്നെ ലോകം, അങ്ങനെ എല്ലായിടത്തും ശാന്തിയും സമാധാനവും ഒക്കെ നിറയുന്നു. അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായി നമ്മളവിടെ കാണേണ്ടത് ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ ചേർത്ത് പിടിക്കുന്ന കുടുംബത്തിൻ്റെ കാര്യമാണ്. എന്ന് പറഞ്ഞു വരുന്നത് ഇന്ന് ഇൻ്റർനാഷണൽ ഡേ ഫോർ ഫാമിലീസാണ്. കുടുംബത്തിന് വേണ്ടിയുള്ള ദിവസം, കുടുംബത്തിൻ്റെ പ്രാധാന്യം, നമ്മുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് നിർത്തേണ്ടതിൻ്റെ പ്രാധാന്യം, നമ്മുടെ വരും തലമുറയ്ക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നന്മയും നല്ലതും പറഞ്ഞു കൊടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം, ഇനിയുള്ള ലോകത്തേക്ക് ഏറ്റവും ആവശ്യമായതും അതേ ഘടകം തന്നെയാണ്. എല്ലാവർക്കും, എല്ലാ കുടുംബങ്ങൾക്കും നല്ലൊരു ദിവസം നേരുന്നു, നല്ല ആശംസകൾ നേരുകയാണ് ഈ ദിവസം. ഇന്നത്തെ ദിവസം പറയുകയാണെങ്കിൽ ഒരുപാട് പ്രതീക്ഷകളും ഒപ്പം ചരിത്രപരമായ നിമിഷങ്ങളിലേക്കൊക്കെ കടക്കുന്ന ദിവസം കൂടിയാണ്. പ്രധാനമായും പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിക്കുന്നു എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഈ മുൻപ് പല തവണയും പറഞ്ഞിട്ടുള്ളതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരുപക്ഷെ ഇത്തവണ ആ സമാധാനം സാധ്യമായേക്കുമെന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല, സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ പ്രിയദർശിനി പദ്ധതി, KSRTCയുടെ പ്രിയദർശിനി പദ്ധതി UDFിൻ്റെ പ്രകടന പത്രികയിലെ നിർണായകമായ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു വാഗ്ദാനമായിരുന്നു. അത് UDF സർക്കാർ നടപ്പിലാക്കുന്നു. മെയ് 15 മുതൽ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന ആ പ്രിയദർശിനി പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. എന്തൊക്കെയാകും ഇതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങളെന്നൊക്കെ വരും ദിവസങ്ങളിൽ നെഗറ്റീവും പോസിറ്റീവുമായ ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. എങ്കിൽ കൂടിയും എന്തായിരിക്കും ഇതിൻ്റെ വരും ദിവസങ്ങളിലുള്ള ഇതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങൾ, പ്രതിഫലനം? നമ്മുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ അറിയാവുന്നതാണല്ലോ. സ്വാഭാവികമായും എന്ത് സംഭവിക്കുമെന്നത് നമ്മൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഒരുപക്ഷെ ഈ ജെൻഡർ ൻ്റെ ബേസിലായിരിക്കരുതായിരുന്നു ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു സൗജന്യങ്ങൾ. നമുക്ക് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ ആ ഒരു അന്തരം കുറയ്ക്കാനുള്ള, പാവപ്പെട്ടവനത് ആണോ പെണ്ണോ ഒക്കെ ആയിക്കൊള്ളട്ടെ, അവിടെയായിരുന്നു ഒരുപക്ഷെ കൃത്യമായി ഇത്തരത്തിലുള്ള സൗജന്യങ്ങൾ നമ്മൾ കാശ് സംഭരിക്കുന്നത് അല്ലെങ്കിൽ അത് സേവ് ചെയ്യുന്നത് ആണിനായാലും പെണ്ണിനായാലും ഒരുപോലെ യൂസ്ഫുൾ തന്നെ ആകേണ്ടതാണ്. എന്തായാലും ഒരുപാട് ചർച്ചകളാണ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിലൊക്കെ വിശദമായി അതിലേക്ക് പോയി കടക്കാം. ഇന്നത്തെ തലക്കെട്ടുകൾ എങ്ങനെയാണെന്ന് നോക്കാം. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിക്കുന്നു. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ച് ട്രംപ്. ഹോർമുസ് ഉടൻ തുറക്കും. US നാവികസേനയുടെ ഉപരോധം നീക്കും. കരാറിൽ വെള്ളിയാഴ്ച ഒപ്പിടുമെന്ന് സ്ഥിരീകരിച്ച് ഇറാൻ. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ ഇന്നു മുതൽ സൗജന്യയാത്ര. പ്രിയദർശിനി പദ്ധതിയുടെ ഫ്ലാഗ് ഓഫ് രാവിലെ മുഖ്യമന്ത്രി നിർവഹിക്കും. ആഘോഷമാക്കാൻ സർക്കാർ. ചടങ്ങ് CPM ബഹിഷ്കരിക്കും. എല്ലാ ബസ്സുകളിലും സൗജന്യം നൽകണമെന്നാവശ്യപ്പെട്ട് ഇന്ന് BJPയുടെ പ്രതിഷേധ പ്രകടനം. മാസപ്പടി കേസിൽ പ്രതികളെ ED ഇന്നു മുതൽ ചോദ്യം ചെയ്തു തുടങ്ങും. CMRL MD ശശിധരൻ കർത്തയുടെ മകൻ ശരണസ് കർത്തയെ ചോദ്യം ചെയ്യും. വീണയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ബുധനാഴ്ച. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി A പത്മകുമാറിനെതിരായ അച്ചടക്ക നടപടി ചർച്ച ചെയ്യാൻ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി. ഇന്ന് കടുത്ത നടപടിയെങ്കിൽ ആത്മകഥയിലൂടെ പലതും വെളിപ്പെടുത്താനൊരുങ്ങി പത്മകുമാർ. ശബരിമലയിൽ SITയുടെ പരിശോധന തുടരുന്നു. നീറ്റ് UG പുനഃപരീക്ഷയുടെ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ ഇന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഉന്നതതല യോഗം. പുനഃപരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിലെ തകരാറുകൾ പരിഹരിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ കുറസോയെ 1-7 ഗോളുകൾക്ക് തകർത്ത് ജർമ്മനി. നെതർലൻഡ്സ് ജപ്പാൻ മത്സരം 2-2 സമനിലയിൽ. കേപ്പ് വെർദെക്കെതിരെ സ്പെയിൻ ഇന്ന് കളത്തിൽ. വനിതാ 2020 ലോകകപ്പിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച് ഇന്ത്യക്ക് ആദ്യ ജയം. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ട്രംപ്. സംഘർഷനാളുകൾക്ക് വിരാമിട്ട് ഹോർമുസ് കടലെടുക്ക് തുറക്കും. ഇറാനെതിരായ നാവിക ഉപരോധം അമേരിക്ക നീക്കും. ധാരണ ഒപ്പുവയ്ക്കുക വെള്ളിയാഴ്ച. ജനീവയിലാണ്. ലെബനോണിലടക്കം വെടിനിർത്തൽ വാർത്ത ഇറാൻ സ്ഥിരീകരിച്ചു. വിശദാംശങ്ങളുമായി ഐശ്വര്യ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുകയാണ്, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുകയാണ്. ഐശ്വര്യ, എന്നും പറയുന്നത് പോലെയല്ല ഒരുപക്ഷെ ഇത്തവണ
കാര്യങ്ങളൊക്കെ ശരിയാകും എന്ന സൂചനകളാണ് ഒരുപക്ഷെ ലഭിക്കുന്നത്. കാരണം ഇവിടെ ഒരു ഇറാൻ്റെ ഭാഗത്തു നിന്നൊരു സ്ഥിരീകരണം വന്നിരിക്കുന്നു. എങ്കിൽ കൂടിയും നമുക്ക് നമ്മുടെ ഈ കഴിഞ്ഞ കാലത്തെ ആ ഒരു അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പറയുകയാണ്, പലപ്പോഴും നല്ല രീതിയിൽ ചർച്ചകളൊക്കെ നടക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വീണ്ടും ഒരു ആക്രമണം ഇറാനിലേക്കും ഇറാൻ തിരിച്ചുള്ള ആക്രമണവും ഒക്കെ നടത്തുന്നത്. ഇത്തവണ ഒരു കരാറിലേക്ക് കൃത്യമായി ഇരു രാജ്യങ്ങളെത്തുമ്പോൾ ലോകത്ത് സമാധാനത്തിൻ്റെ, പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ ലോകത്ത് വലിയ രീതിയിൽ സാമ്പത്തിക പ്രഹരം ഏൽപ്പിച്ചതാണ്. പശ്ചിമേഷ്യയിൽ സമാധാനത്തിൻ്റെ കിരണങ്ങൾ ഉണ്ടാകുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. ഒപ്പം തന്നെ എടുത്ത് ചോദിക്കേണ്ടത്, എന്ത് കാരണം കൊണ്ടാണോ ഈ യുദ്ധം ഉണ്ടായത്, അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങളാണോ ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക മുന്നോട്ട് വെച്ച ആ റീസൺസ്, അതെല്ലാം പൂർത്തിയായി, അല്ലെങ്കിൽ അതെല്ലാം അമേരിക്ക നേടിയെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം രണ്ട് ഭാഗവും, ഇറാനും അമേരിക്കയും ഈ വിജയത്തിൻ്റെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ടല്ലോ. അതേ സ്വപ്ന ഈ സൂചിപ്പിച്ചതുപോലെ എപ്പോഴും പറയുന്നത് പോലെയല്ല, ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വന്നിരിക്കുകയാണ്. 106 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇറാൻ അമേരിക്ക വെടിനിർത്തൽ ധാരണയുണ്ടായിരിക്കുന്നത്. ആ ഒരു കരാറിന് അന്തിമ രൂപമായിരിക്കുകയാണ്. അതായത് ട്രംപിൻ്റെ 80ാം ജന്മദിന വേളയിലാണ് ട്രംപ് ഇക്കാര്യം പുറത്തുവിടുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ വെടിനിർത്തൽ ധാരണ, അത് ഒരു ധാരണയായിരിക്കുന്നു, കരാറിലൊരു ധാരണയായിരിക്കുന്നു എന്ന വാർത്ത പുറത്തുവിടുന്നത്. ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത്. ഈ വാർത്ത ട്രംപ് പറയുന്നുണ്ട് എങ്കിലും, അല്ലെങ്കിൽ ഈ ഒരു കരാറിൻ്റെ കാര്യം ട്രംപ് സൂചിപ്പിക്കുന്നുണ്ട് എങ്കിലും ഇത് ഇറാനും സ്ഥിരീകരിക്കുകയാണ്. അതോടെ ഒരു സമാധാനത്തിലേക്ക് പശ്ചിമേഷ്യ പോവുകയാണ് എന്ന് വ്യക്തമാവുകയാണ്. ഈ ഒരു ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ചത് പാകിസ്ഥാനാണ്. നമുക്ക് അറിയുന്നത് പോലെ ഈ ഒരു യുദ്ധം തുടങ്ങി ഈ ഒരു 106 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കുക എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്, അതിൽ പാകിസ്ഥാനുള്ള പങ്ക് വളരെ വലുതാണ്. ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളിൽ ധാരണയുണ്ടായിരിക്കുകയാണ്. 60 ദിവസത്തെ താൽക്കാലിക സമാധാന കരാറിലാണ് ഒപ്പിടുക. ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് കരാറിന് ഒപ്പിടുന്നത്. ജനീവയിൽ വെച്ചാണ് കരാറിൽ ഒപ്പിടുക. കൂടാതെ ഈ കരാറിൽ ഒപ്പിടാനായിട്ട് 47 വർഷങ്ങൾക്ക് ശേഷമാണ് അമേരിക്കയും ഇറാനും ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് ഈ ഒരു കരാറിലേക്ക് എത്തുന്നത്. അതായത് ഇതിനു മുൻപ് പലതവണ അമേരിക്കയും ഇറാനും ചർച്ചകളിൽ എത്തിയിട്ടുണ്ടെങ്കിലും നേരിട്ടൊരു ചർച്ച ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ്. ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുക അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്, കൂടാതെ ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി എന്നിവരാണ് ഈ ഒരു ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുക. നമുക്കറിയാം, ഹോർമുസ് കടലെടുക്ക് ഇറാൻ പൂർണ്ണമായും അടയ്ക്കുന്നൊരു സ്ഥിതി ഉണ്ടായി. അതിനുശേഷമാണ് US നാവിക ഉപരോധവും ഏർപ്പെടുത്തുന്നത്. ഈ രണ്ട് കാര്യങ്ങളിലുമാണ് ആദ്യമായി ധാരണയിലുണ്ടായിരിക്കുന്നത്. ഹോർമുസ് കടലെടുക്ക് ഉടൻ തുറക്കുമെന്നാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത്. കൂടാതെ അമേരിക്ക അറിയിക്കുന്ന മറ്റൊരു കാര്യം, നാവിക ഉപരോധം, ഇറാനിയൻ തുറമുഖങ്ങൾക്ക് നേരെ അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം പൂർണ്ണമായും നീക്കുമെന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഒരു വ്യക്തത വരുന്നു. അതായത് ഹോർമുസ് തുറക്കുന്നതോടുകൂടി അത് ഇറാന് മാത്രമല്ല ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെയൊക്കെ ഒരു ശുഭപ്രതീക്ഷയാണ് നൽകുന്നത്. കാരണം നമുക്കറിയാം, ഹോർമുസ് കടലെടുക്കാണ് ഈ പ്രധാന എണ്ണവാതക ഒരു കടന്നു പോകുന്നതിൻ്റെ പാത എന്ന് പറയുന്നത് ഹോർമുസ് കടലെടുക്കാണ്. അപ്പോൾ ഹോർമുസ് കടലെടുക്ക് തുറക്കുന്നതോടുകൂടി അത്തരത്തിലുള്ള ഒരു വലിയൊരു പ്രതിസന്ധിക്കും പരിഹാരമാവുകയാണ്. എന്തായാലും ഈ 60 ദിവസത്തെ ഈ വെടിനിർത്തൽ കരാർ ഈ ഒരു സമയപരിധിക്കുള്ളിലാണ് മറ്റു കാര്യങ്ങളിലൊക്കെയും ധാരണയാവുക. നമുക്കറിയാം, പ്രധാനമായും ഈ യുദ്ധം തുടങ്ങുന്നത് ഇറാനിലെ ഈ ഒരു ആണവായുധ ശേഖരം, ആണവായുധം സംബന്ധിച്ച കാര്യങ്ങളിൽ ധാരണയുണ്ടാക്കുക, അത് അമേരിക്കയ്ക്ക് കൂടി അതിലൊരു കൺട്രോൾ കൊടുക്കുക എന്നതിലാണ് ആദ്യമായി ഈ ഒരു സംഘർഷങ്ങൾ കാരണമാകുന്നത്. അതേസമയം ഇപ്പോൾ ഈ ഒരു യുദ്ധം, ഈ ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുമ്പോഴും ഈ ഒരു കാര്യങ്ങൾ ഇപ്പോഴും ധാരണയായിട്ടില്ല. അപ്പോൾ ഈ 60 ദിവസത്തെ വെടിനിർത്തൽ കരാർ സമയത്തായിരിക്കും ഇക്കാര്യങ്ങളിലൊക്കെയും ധാരണയിലെത്തുക. ലെബനനിലെ സാഹചര്യവും ഒക്കെ ചർച്ചയാവുക ഈ സമയത്തായിരിക്കും. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളനുസരിച്ച് ഇറാനിലും അമേരിക്കയും ഈ ഒരു കരാറിൽ ധാരണ എത്തുന്നതോടുകൂടി സമാധാനം പുലരുകയാണ്. സ്വപ്ന, തീർച്ചയായും അത്തരമൊരു പ്രതീക്ഷ തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. താൽക്കാലികമായിട്ടാണ് ഈ വെടിനിർത്തൽ കരാറൊക്കെ ധാരണയിലായത് ഒപ്പുവെക്കുന്നത്, ജനീവയിൽ ഒപ്പുവെക്കാൻ പോകുന്നത്. എങ്കിൽ കൂടിയും ചർച്ചകൾ, ഈ വരുന്ന 60 ദിവസം ഈ ചർച്ചകൾ നടക്കും. അതിലൂടെ കൃത്യമായ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷ. പക്ഷേ ഇവിടെയും നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതുപോലെ സമാനമായി വെടിനിർത്തൽ നടത്തിയതാണ് ഇസ്രയേൽ ഗാസയിലും ഇസ്രയേൽ ലെബനോണും ഒക്കെയായി. പക്ഷേ ആ വെടിനിർത്തൽ കരാറുകളെല്ലാം കാറ്റിൽ പറത്തിയ കാഴ്ച, വീണ്ടും ആക്രമണം ഇസ്രയേൽ ആ രാജ്യങ്ങളിലേക്കൊക്കെ അല്ലെങ്കിൽ ആ മേഖലകളിലേക്കൊക്കെ ആക്രമണം നടത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നതാണ്. സ്വാഭാവികമായും ഈ ഇത്തരത്തിൽ നിർമ്മിക്കുന്ന കരാറുകളുടെ സാങ്കത്യം എന്തെന്നത് ആലോചിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഇസ്രയേൽ ഇനിയും അമേരിക്കയുടെ വരുതിയിൽ നിൽക്കാൻ തയ്യാറാണോ എന്ന കാര്യം അവർ പുനഃപരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിനകത്തു നിന്ന് തന്നെ അത്തരത്തിലുള്ള ചർച്ചകളും സമ്മർദ്ദമൊക്കെ ശക്തമാണ്. സ്വാഭാവികമായും ഇസ്രയേലിനെ ഇറാനെ ആക്രമിക്കാനുള്ള സാധ്യത ഉണ്ടോ? അങ്ങനെയെങ്കിൽ ഇസ്രയേലിനെ അമേരിക്ക പിന്തുണയ്ക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ സൈഡിൽ കൂടി നമ്മൾ ചിന്തിക്കേണ്ട സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും താൽക്കാലികമായിട്ടാണെങ്കിൽ കൂടി ആശ്വാസ വാർത്ത തന്നെയാണ് പശ്ചിമേഷ്യയിൽ നിന്നും പുറത്തു വരുന്നത്. ഇനി സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷെ ചരിത്ര നിമിഷമാകാൻ പോകുകയാണ്. ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ കൂടി കഴിയുമ്പോൾ കേരളത്തിലെ ചരിത്ര
നിമിഷത്തിന് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിക്കുകയാണ്. KSRTCയിൽ സ്ത്രീകൾക്ക്, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവർക്കൊക്കെ സൗജന്യ യാത്ര, KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. 8:30 മുഖ്യമന്ത്രി VD സതീശൻ പദ്ധതി ഉദ്ഘാടനം നിർവഹിക്കും. പദ്ധതിയുടെ തുടക്കം ആഘോഷമാക്കാൻ സർക്കാർ ഒരുങ്ങുമ്പോൾ ബഹിഷ്കരിക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. എബി ജോൺ ചേരുകയാണ് വിവരങ്ങളുമായി. എബി, കാത്തിരുന്ന ആ മുഹൂർത്തത്തിലേക്കുള്ള സമയമാണ് കടന്നു പോകുന്നത്. 8:30 മുഖ്യമന്ത്രി VD സതീശൻ സ്ത്രീകൾക്ക്, KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര സാധ്യമാകുന്ന പ്രിയദർശിനി പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നു. പദ്ധതി വരുന്നത് വലിയ നല്ല കാര്യം തന്നെയാണ്. ഒരുപാട് നെഗറ്റീവ് പോസിറ്റീവ് ചർച്ചകളുമൊക്കെ ഇതിൽ നടക്കുന്നുണ്ട്. ആശങ്കകളും വ്യാകുലതകളും ഒക്കെയുണ്ട്. എങ്കിൽ കൂടിയും ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ ഒരുങ്ങുകയാണ് ഈ നിമിഷം. തീർച്ചയായും 1.5 മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ആ ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകാൻ. വലിയ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റത്തിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നുള്ളത് തന്നെയാണ് സർക്കാർ ആ ഒരു പുതിയ പദ്ധതിയെ, പ്രിയദർശിനി എന്നുള്ള KSRTCയിലെ ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതിക്ക് അതിനൊരു വലിയ അഭിമാന നിമിഷമായി തന്നെ സർക്കാരും കാണുന്നുണ്ട്. വിപ്ലവകരമായിട്ടുള്ള മാറ്റമായി തന്നെ കാണുന്നുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പായി നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലൊക്കെ തന്നെയും വലിയ രീതിയിൽ ഈ 5 ഇന്ദിരാ ഗ്യാരണ്ടികൾ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് KSRTCയിലെ സൗജന്യ യാത്ര തന്നെയായിരുന്നു. അത് എല്ലാ KSRTC ബസ്സുകളിലും യാത്ര നൽകാൻ, അല്ലെങ്കിൽ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് അനുവദിക്കും എന്നുള്ളത് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറഞ്ഞിരുന്നത്. പക്ഷേ അവിടെയാണ് ഇപ്പോൾ അതിൻ്റെ ആദ്യഘട്ടമെന്ന നിലയിൽ ആദ്യത്തെ 100 ദിവസത്തേക്ക് ഈ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ആ ഒരു പദ്ധതിയുടെ തുടക്കത്തിന് നമ്മളിപ്പോൾ സാക്ഷിയാകാൻ പോകുന്നത്. എന്തായാലും വിപുലമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങോടുകൂടിയായിരിക്കും ഈ പദ്ധതിയുടെ ആ ഒരു തുടക്കം നമുക്ക് കാണാൻ കഴിയുക. മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹം ഇന്ന് ഇവിടെ ഈ ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കും. ഒപ്പം തന്നെ മന്ത്രിമാരും അദ്ദേഹവും ഉൾപ്പെടെ സ്ത്രീകളോടൊപ്പം തന്നെ ആ വാഹനത്തിൽ യാത്ര ചെയ്യുകയും ചെയ്യും. ഇവിടെ തമ്പാനൂരാണ് ഇപ്പോൾ നമ്മളുള്ളത്. തമ്പാനൂരിൽ വലിയ രീതിയിൽ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടന പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെയും ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടുന്ന് അവരെല്ലാവരും കൂടി വാഹനത്തിൽ KSRTC ബസ്സിൽ തന്നെ യാത്ര ആരംഭിക്കും. സെക്രട്ടേറിയറ്റ് വരെ മുഖ്യമന്ത്രിയും സ്ത്രീകളോടൊപ്പം തന്നെ യാത്ര ചെയ്യും. എന്തായാലും ഈ ഒരു പരിപാടി ഇത്രമാത്രം വലിയ ആഘോഷത്തോടു കൂടി തന്നെ നടത്താനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുമ്പോൾ അതിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. CPMൻ്റെ MLA മാർ ഈ ഒരു പരിപാടിയുമായി സഹകരിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. കാരണം ഇത് ജനങ്ങളെ വഞ്ചിക്കുന്ന തരത്തിലേക്കുള്ളൊരു നടപടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം എല്ലാ KSRTC ബസ്സുകളിലും സൗജന്യ യാത്ര നൽകും എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട വാഗ്ദാനം എന്ന് പറയുന്നത്. ആ വാഗ്ദാനം പാലിക്കുന്നില്ല, മറിച്ച് ആളുകളെ പറ്റിക്കുന്ന തരത്തിലേക്കുള്ള നടപടിയായിട്ടാണ് ഇതിനെ കാണേണ്ടത് എന്നുള്ളതായിരുന്നു CPM ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. ആ നിലയ്ക്കുള്ള ഒരു പ്രതികരണമാണ്, അല്ലെങ്കിൽ ആ ഒരു തീരുമാനമാണ് ഇപ്പോൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പദ്ധതി അത് സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് ഏറ്റവും അധികം ഗുണപ്രദമാകുന്ന ഒരു പദ്ധതിയായിട്ട് തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെടുകയും, അല്ലെങ്കിൽ ആ നിലയ്ക്ക് തന്നെയാണ് സർക്കാരും അതിനെ കണക്ക് കൂട്ടുന്നത്. എന്തായാലും ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ ഈ പദ്ധതിയുടെ മേന്മ പറയുന്ന പോലെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉയരുന്നുണ്ട്. BJPയും സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് അത് ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് തുല്യമാണ്. എല്ലാ വാഹനങ്ങളിലും ഇതിന് ഈ പ്രഖ്യാപിച്ചതുപോലെ തന്നെയുള്ള സൗജന്യം അനുവദിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ആവശ്യപ്പെട്ടുകൊണ്ട് BJP എല്ലാ ഡിപ്പോകളിലേക്കും പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ രാവിലെ 8:30 ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുക. അതിനുശേഷം 9 മണിയോടുകൂടി ബാക്കിയുള്ള ഡിപ്പോകളിൽ പ്രാദേശികമായി തന്നെ ഇതിൻ്റെ ഈ പദ്ധതിയുടെ ഉദ്ഘാടന പരിപാടികളൊക്കെ നടക്കും. അതിനുശേഷമായിരിക്കും ഇന്ന് ഈ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് സൗജന്യം ലഭിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഈ ബസ്സുകളുടെ എണ്ണം 3127 ബസ്സുകളിലാണ് ഇത്തരത്തിൽ സൗജന്യം ലഭിക്കുന്നത്. ഓർഡിനറി ബസ്സുകളിലെല്ലാം തന്നെ ലഭിക്കും. ടൗൺ ടു ടൗൺ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായിട്ടുള്ള ബസ്സുകളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ സൗജന്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും. എന്തായാലും ആ ഒരു വലിയ നടപടി, അല്ലെങ്കിൽ ആ ഒരു വലിയ സംഭവത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്
ഓക്കെ. ആ ഒരു വലിയ തീർച്ചയായും എബി, നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് ആ നിമിഷത്തിനായി. ഏതാണ്ട് ഇനി എനിക്ക് തോന്നുന്നു ഒരു 1.25 മണിക്കൂർ മാത്രമാണ് ബാക്കിയാകുന്നത്. സ്ത്രീകൾക്ക് വേണ്ടി KSRTCയുടെ സൗജന്യ പദ്ധതി അത് 8:30 സ്റ്റാർട്ടാവുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. സമാന്തരമായി കൗതുകകരമായ മറ്റൊരു വാർത്ത കൂടി കൊച്ചിയിൽ നിന്ന് അശ്വതി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര ആരംഭിക്കുമ്പോൾ പുരുഷന്മാർക്ക് വേണ്ടി സൗജന്യ സർവീസ് നടത്തുകയാണ്. ആലുവ മാഞ്ഞാലി റോഡിൽ ഓടുന്ന ലിറ്റിൽ ഫ്ലവർ ബസ് പ്രതിഷേധ സൂചകമായിട്ടാണ് ഈ സൗജന്യ യാത്ര. അശ്വതിയിലേക്കാണ്. അശ്വതി, അങ്ങനെ സ്ത്രീകൾക്ക് മാത്രം വേണ്ട, പുരുഷന്മാർക്കും വേണം സൗജന്യ യാത്ര. എന്താണ് ഈ ഒരു ലിറ്റിൽ ഫ്ലവർ ബസ് ഉടമയുടെ മനസ്സിലുള്ളത്? അദ്ദേഹം എന്താണ് പറയുന്നത് ഇങ്ങനെയൊരു പ്രകടനം നടത്തുന്നതിലൂടെ? സ്വപ്ന, ഇതിൽ പ്രശ്നമെന്ന് പറയുന്നത് ഇത്തരത്തിൽ സൗജന്യ യാത്ര KSRTCയിൽ സ്ത്രീകൾക്ക് അനുവദിക്കുമ്പോൾ അത് സ്വകാര്യ ബസ് മേഖലയെ അടക്കം ബാധിക്കും എന്നതാണ്. സാമ്പത്തികമായി സ്വകാര്യ ബസ് മേഖലയെ അടക്കം ബാധിക്കുമെന്നാണ്. അതിൻ്റെ ഒരു പ്രതിഷേധം കൂടിയാണ് ഇപ്പോൾ ഈ ബസ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ പുരുഷന്മാർക്ക് ഇന്നേ ദിവസം, അതായത് തിരുവനന്തപുരത്ത് ഈ പദ്ധതി പ്രിയദർശിനി പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ ആലുവയിൽ പുരുഷന്മാർക്ക് ഈ ലിറ്റിൽ ഫ്ലവർ ബസ്സിൽ പുരുഷന്മാർക്ക് സൗജന്യ ബസ് യാത്രയാണ് അനുവദിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ സ്ത്രീകൾക്ക് ഇവിടെ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നു. അത് ഈ പ്രിയദർശിനി പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ഒരു മധുരം പങ്കുവെക്കുന്നു. ഒപ്പം തന്നെ ഈ ഒരു പ്രതിഷേധം, ഇവരുടെ പ്രതിഷേധം ഈ ബസ് ഉടമയായിട്ടുള്ള ഡേവിസിയാണ്. ചേട്ടാ, എന്താണ് ഇങ്ങനെയുള്ളൊരു പ്രതിഷേധത്തിൻ്റെ കാരണം? വിഷയത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഞാനുൾപ്പെടെ സംസ്ഥാന നേതാക്കളോടൊപ്പം അദ്ദേഹത്തിൻ്റെ വസതിയിൽ ചെന്ന് ഈ മേഖല നേരിടുന്ന പ്രതിസന്ധികൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയതാണ്. ഞങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, ഈ മേഖല നേരിടുന്ന വെല്ലുവിളികൾ അദ്ദേഹത്തിന് നന്നായി അറിയാം. അദ്ദേഹം ചോദിച്ചൊരു വാക്കുണ്ട്, നിങ്ങൾ ടാക്സ് പേയേഴ്സ് അല്ലേ, സർക്കാരിലേക്ക് വരുമാനം കൊണ്ടുവരുന്ന ആളുകളാണ് നിങ്ങളെപ്പോലുള്ള സംരംഭകർ. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞെങ്കിലും പിന്നീട് മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോൾ വലിയൊരു മാറ്റമാണ് വന്നത്. ഞങ്ങളെ പരിഗണിക്കാതെ അദ്ദേഹം വന്ന് ആ വാക്ക് നേരിട്ട് ഞാനുൾപ്പെടെ കേട്ട കാര്യമാണ്. അത് പരിഗണിക്കാതെ ഏകപക്ഷീയമായിട്ട് ഈ സ്വകാര്യ ബസ്സുകളെ അല്പം പോലും പരിഗണിക്കാതെയാണ് ഈ തരത്തിൽ സ്ത്രീകൾക്ക് സൗജന്യം KSRTCയിൽ കൊടുത്തത്. ഞങ്ങളതിനെതിരല്ല. പക്ഷെ അങ്ങനെ പോകുമ്പോൾ ഞങ്ങളെപ്പോലുള്ള സർവീസുകൾ നാളെ ഇല്ലാതെയാവും. ഇതിൽ പ്രധാനമായിട്ട് നിങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഈ ഫീസ് കൂട്ടണം എന്നൊക്കെയാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. വേറെ ഒരു ആവശ്യമില്ല. സർക്കാർ ഏറ്റവും അധികാരമുള്ള ഒരു ജനകീയ സർക്കാർ, അവർ ഈ ബസ് ഉടമകളെ കേൾക്കണം. അതിൻ്റെ സംസ്ഥാന തലത്തിലുള്ള സംഘടനയുടെ ഭാരവാഹികളുണ്ട്. പലവട്ടം നിവേദനങ്ങൾ കൊടുത്തു. അവർക്കൊരു പാക്കേജ് കൊടുക്കണം. നമ്മുടെ പൊതുഗതാഗത മേഖലയിൽ ഇതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഒരുപക്ഷെ അദ്ദേഹം ഇത്രയൊന്നും ചിന്തിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിലൊരു വ്യക്തമായൊരു എതിർപ്പ് നമുക്കുണ്ട്. ആ എതിർപ്പ് പ്രകടിപ്പിക്കേണ്ടതാണ് ഈ ഒരു മാർഗത്തിലൂടെ. ഇന്ന് മുഴുവൻ ഇതുപോലെ സൗജന്യ യാത്ര ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചപ്പോൾ ഇന്ന് ഹോൾട്ടായി തീരുന്നവരെ ഇതേ രീതിയിൽ തന്നെ ഓടും. ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു നഷ്ടം എത്രയാണ്? നഷ്ടമുണ്ട്. ഇത് ഇങ്ങനെ ചെയ്യുന്നതല്ല, ഇങ്ങനെ ഒരു ദിവസം ചെയ്യുന്നതല്ല. നഷ്ടമുണ്ട്, തീർച്ചയായിട്ടും നഷ്ടമുണ്ട്. പക്ഷേ അത് നമ്മുടെ ഒരു പ്രതിഷേധം നമുക്ക് മനസ്സിൽ നിൽക്കുന്ന നമ്മുടെ ഒരു വിഷമമുണ്ട്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഒരു നഷ്ടം പ്രതീക്ഷിക്കുന്നത്? സൗജന്യം അർഹതപ്പെട്ടവർക്ക് മാത്രം കൊടുക്കണം. ഞങ്ങൾ പറയേണ്ടത് അതിന് ഇപ്പോൾ 1 ലക്ഷം അതിന് മുകളിൽ പൈസ ശമ്പളം മേടിക്കുന്ന ആളുകളും ഈ ആനുകൂല്യം ദുരുപയോഗം ചെയ്യാണ്. അതാണ് ഒരു ശരിയല്ലാത്തൊരു രീതി. ഈ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് ലഭ്യമായതിന് അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഇവിടെ പലഹാരങ്ങളൊക്കെ വിതരണം അല്ല, അത് അവർക്ക് മധുരപലഹാരം കൊടുക്കണതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ KSRTCന് പാരലായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ റൂട്ടിൽ സെയിം പാരലുണ്ട്. അതിനകത്ത് കയറാതെ ഈ ബസ്സിൽ ഇന്നലെ വരെ കയറിയ ആളുകളാണ്. അവർ കയറുമ്പോൾ നമ്മൾ അവരെ വെൽക്കം ചെയ്യേണ്ടേ. ആ ഒരു സന്തോഷമാണ് അവർക്ക് ഞങ്ങൾ കൊടുക്കുന്നത്. സ്വപ്ന, ഇതാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. തീർച്ചയായും അശ്വതി, ഒരുപാട് കാര്യങ്ങൾ പറയാതെ പറയുക തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. എന്തായാലും പ്രിയദർശിനി, KSRTCയുടെ പ്രിയദർശിനി സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സൗജന്യ യാത്രാ പദ്ധതിക്ക് രാവിലെ 8:30 തുടക്കം കുറിക്കുകയാണ്. സ്വാഭാവികമായും ഇതിനോടൊപ്പം ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹം ചോദിച്ചതുപോലെ 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ഒരാളും 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ 3000 രൂപ മാസം ശമ്പളമായി അല്ലെങ്കിൽ കിട്ടുന്ന ഒരു ആളും തമ്മിലുള്ള വ്യത്യാസം, അതൊക്കെ എങ്ങനെയാണ് ഒന്ന് നമ്മൾ താരതമ്യം ചെയ്യുക അല്ലെങ്കിൽ ബാലൻസ് ചെയ്യുക എന്നൊക്കെ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ ഇത് തുടങ്ങുമ്പോൾ ഈ വാഗ്ദാനം, UDF സർക്കാർ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളിൽ പ്രധാനമായ ഒന്ന് അത്
പ്രാബല്യത്തിൽ വരികയാണ്. എന്തായാലും എല്ലാ ബസ്സുകളിലും ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ഫെയർ സ്റ്റേജ് ഓർഡിനറി, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമണ്ടി, ഇങ്ങനെ ഈ 7 വിഭാഗങ്ങളെ മാത്രമാണ് ഈ ഒരു കാറ്റഗറിയിൽ പെടുത്തിയിട്ടുള്ളത്, സൗജന്യ യാത്രയ്ക്കുള്ള കാറ്റഗറിയിൽ പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല സീറോ ടിക്കറ്റാണ്, അത് കൃത്യമായി വാങ്ങിയിരിക്കണം, അല്ലെങ്കിൽ പിഴയുണ്ടാകും. മാത്രമല്ല അതിൽ യാത്ര ചെയ്യുന്ന സ്ഥലം രേഖപ്പെടുത്തും. ഈ പറഞ്ഞതുപോലെ എവിടെയാണോ ഇറങ്ങുന്നത്, അല്ലെങ്കിൽ മുൻപോ ശേഷമോ എവിടെയാണോ ഇറങ്ങുന്നത്, ഈ 0 പോയിന്റിന് മുൻപ് ഇറങ്ങണമെങ്കിലും അത് കൃത്യമായി അത് കണ്ടക്ടറോട് പറയേണ്ടതാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ സ്ഥലം കഴിഞ്ഞ് ഇറങ്ങേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ ടിക്കറ്റ് എടുത്ത സ്റ്റോപ്പിന് മുൻപ് തന്നെ ഇറങ്ങണം. എങ്കിലും ആ വിവരമെല്ലാം കൃത്യമായി കണ്ടക്ടറെ അറിയിക്കണം. കൂടെ 5 മുതൽ 11 വയസ്സുള്ള ആൺകുട്ടികളുണ്ടെങ്കിൽ ഉറപ്പായും അവർക്ക് പണം നൽകി ഹാഫ് ടിക്കറ്റ് എടുക്കണം. അങ്ങനെ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതോടൊപ്പം തന്നെ KSRTC മുന്നോട്ട് വയ്ക്കുകയാണ്. എന്തായാലും ചുരുങ്ങിയ സമയം മാത്രമാണ് പ്രിയദർശിനി സൗജന്യ യാത്ര, KSRTC സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയ്ക്ക് തുടക്കമാകാൻ, ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ ബാക്കിയുള്ളത്. നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുന്നതെന്ന്. ശബരിമല സ്വർണ്ണക്കേസിൽ പ്രതിയായ മുതിർന്ന CPM നേതാവ് A. പത്മകുമാറിനെതിരായ നടപടി തീരുമാനിക്കാൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് ചേരും. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളടക്കം യോഗത്തിൽ പങ്കെടുക്കും. പത്മകുമാറിനെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. അതേസമയം നടപടി വന്നാൽ പലതും തുറന്നു പറയാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് പത്മകുമാർ. ശബരിമല വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ള പല ഉന്നതരുടെയും പേരുകൾ താൻ പുറത്തുവിടുമെന്നും പത്മകുമാർ സൂചന നൽകിയിട്ടുണ്ട്. കണ്ണൻ ചേരുകയാണ് വിവരങ്ങളുമായി. കണ്ണൻ, ഇന്നിപ്പോൾ ജില്ലാ കമ്മിറ്റി ചേരുകയാണ്. കടുത്ത നടപടി, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ തൻ്റെ കയ്യിൽ സമ്മർദ്ദതന്ത്രങ്ങൾ പലതാണ് എന്ന സൂചന കഴിഞ്ഞ ദിവസം തന്നെ പത്മകുമാർ പുറത്തുവിട്ടും കഴിഞ്ഞു. ഒരുപക്ഷെ CPMന് വൈകി വന്ന വിവേകം നേരത്തെയായിരുന്നുവെങ്കിൽ മറ്റു ചില മാറ്റങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേനെ എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു സാഹചര്യം. അതേ സ്വപ്ന, തീർച്ചയായും ഇന്ന് ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗം ഏതാണ്ട് 10 മണിയോടെയാണ് ജില്ലാ കമ്മിറ്റി യോഗം ആരംഭിക്കുക. മുതിർന്ന നേതാക്കളടക്കം തോമസ് ഐസക്, VN വാസവൻ അടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ യോഗത്തിലായിരിക്കും ഇത്തരത്തിൽ പത്മകുമാറിനെതിരെ എന്ത് നടപടിയാണ് തീരുമാനിക്കുക എന്നൊരു കാര്യം ഉണ്ടാവുക. നേരത്തെ നമുക്കറിയാം, തിരഞ്ഞെടുപ്പ് മുന്നോടിയായി അദ്ദേഹത്തിനെ ചുമതലകളിൽ നിന്ന് നീക്കുന്ന ഒരു നടപടി മാത്രമാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു. തെരഞ്ഞെടുപ്പിൽ CPMന് വലിയ തിരിച്ചടി നേരിടേണ്ടി വരുന്നത് ഒക്കെ ഇത്തരത്തിൽ പത്മകുമാർ അടക്കമുള്ള ആളുകളുടെ പ്രവൃത്തി മൂലമാണ് എന്നടക്കം താഴെത്തട്ടിൽ നിന്നും ഒരു വിമർശനം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇന്നിപ്പോൾ ഈ പത്മകുമാറിനെതിരെയുള്ള നടപടികൾ എന്താണ് എന്ന ഒരു കാര്യം തീരുമാനിക്കേണ്ടി വരുന്നത്. ഇദ്ദേഹത്തിനെ പാർട്ടി അംഗത്വത്തിൽ നിന്നും പുറത്താക്കി പൂർണ്ണമായും പാർട്ടിയിൽ നിന്നും ഒഴിവാക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടപടിയോ ചെയ്യേണ്ടി വരും എന്നാണ് കരുതുന്നത്. എന്തായാലും ഇദ്ദേഹത്തിനെതിരെ കടുത്ത നടപടി തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. താഴെത്തട്ടിലുള്ള അണികൾക്ക് ഉൾപ്പെടെയുള്ള ഒരു അഭിപ്രായമാണ് ഇത്. ഈ പത്മകുമാറിനെതിരെയുള്ള ഒരു നടപടി നേരത്തെ തന്നെ അവരൊക്കെ ആവശ്യപ്പെട്ടിരുന്നതാണ്. മറ്റ് പല കോണുകളിൽ നിന്നും ഇത്തരത്തിൽ പത്മകുമാറിനെതിരെ നടപടി എടുത്തില്ലല്ലോ എന്ന ഒരു വിമർശനം പാർട്ടി കേൾക്കേണ്ടി വന്നിരുന്നു. അത് ഒക്കെ ബന്ധപ്പെടുത്തി തന്നെ ഇന്ന് ഒരു നിലപാട് ഉണ്ടാകും എന്നാണ് കരുതുന്നത്. അതല്ല, ഇനി മറിച്ച് അദ്ദേഹത്തിനെതിരെ ചെറിയ നടപടികൾ ഒതുക്കുമെങ്കിൽ അത് മറ്റെന്തെങ്കിലും കാര്യം മുന്നിൽ കണ്ടാണോ അത്തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ സമ്മർദ്ദതന്ത്രം ഉൾപ്പെടെ ഫലം കാണുന്നു എന്നതിൻ്റെ സൂചനയാണ് അടക്കമുള്ള കാര്യങ്ങളും മറ്റൊരു തരത്തിൽ വിചാരിക്കേണ്ടതുണ്ട്. എന്തായാലും ഇദ്ദേഹത്തിനെതിരെ ഇന്ന് ഈ നടപടി എടുക്കുന്നതിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടും അതുപോലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുമൊക്കെ ചില കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മകഥ പുറത്തു വരുന്നു. ഈ യുവതീ പ്രവേശനത്തിൽ തന്നെയും അതുപോലെ ADGP ശ്രീജിത്തിനെയും അടക്കം ഈ സന്നിധാനത്ത് നിന്നും മാറ്റി നിർത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. ഇത് കൃത്യമായ ഗൂഢലക്ഷ്യങ്ങളോടെയാണ് നടത്തിയത്. അത്തരത്തിൽ ഇതിന് മുകളിൽ പ്രവർത്തിച്ച ചില ഉന്നതരുണ്ട് എന്നടക്കം ഇദ്ദേഹം പറഞ്ഞിരുന്നു. മാത്രമല്ല, ഈ സ്വർണ്ണക്കൊള്ള കേസിൽ ഈ സ്വർണ്ണപ്പാളികൾ മാറ്റി ചെമ്പുപാളി എന്ന് എഴുതിയത് താനല്ല, അത് മറ്റു ചില ഉന്നതരുടെ കർശനമായ ചില നിർദ്ദേശങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിൽ ചെയ്യേണ്ടി വന്നത് എന്നടക്കമുള്ള കാര്യങ്ങളും പത്മകുമാർ പറഞ്ഞിരുന്നു. ആ ഉന്നതൻ ആരാണ്? നേരത്തെ അദ്ദേഹം ഈ സ്വർണ്ണക്കൊള്ള കേസ് തീർച്ചയായും അത്തരത്തിലുള്ള എല്ലാ സമ്മർദ്ദതന്ത്രങ്ങളും കഴിഞ്ഞ ദിവസം തന്നെ ഈ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കം തള്ളിയ സാഹചര്യം നമ്മൾ കണ്ടതാണ്. പത്മകുമാറിന് മറുപടി പറയേണ്ട കാര്യമില്ല എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. അതുപോലെ തന്നെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെയും വാക്കുകൾ. പക്ഷേ ഈ തുടക്കം മുതൽ തന്നെ പത്മകുമാർ
ശശികുമാറിൻ്റെ ശരീരഭാഷ, അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ നമുക്ക് നൽകുന്ന ചില സൂചനകൾ. താൻ കുടുങ്ങുകയാണെങ്കിൽ താൻ ഒറ്റയ്ക്കായിരിക്കില്ല ഇതിൽ കുടുങ്ങുക, അല്ലെങ്കിൽ ദൈവതുല്യരായവർക്ക് പോലും ഇതിൽ പങ്കുണ്ട് എന്നതടക്കം അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങളൊക്കെ ഈ സാഹചര്യത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് സന്നിധാനത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പരിശോധന ഇന്നും തുടരുകയാണ്. കട്ടിളപ്പാളിയുടെ മുകൾ ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന പ്രഭാമണ്ഡലവും കട്ടിളപ്പാളിയുടെ താഴ്ഭാഗവും ഇളക്കിയുള്ള പരിശോധന പുരോഗമിക്കുന്നു. ഇവയുടെ തൂക്കവും മറ്റ് ശാസ്ത്രീയ പരിശോധനകളുമാണ് നടക്കുന്നത്. മിഥുനമാസ പൂജകൾക്കായി നട തുറന്നിട്ടുള്ളതിനാൽ ഉച്ചയ്ക്ക് തിരക്കൊഴിഞ്ഞ ശേഷമാകും ഇളക്കിയെടുത്ത ഭാഗങ്ങൾ തിരികെ വയ്ക്കുക. കഴിഞ്ഞ നവംബറിലും ഫെബ്രുവരിയിലുമായി ദ്വാരപാലക ശില്പങ്ങൾ, കട്ടിളപ്പാളികൾ എന്നിവയിൽ നിന്ന് വലിയ ഭാഗങ്ങൾ മുറിച്ചെടുത്ത് ജംഷഡ്പൂരിലെ ലാബിലേക്ക് അയച്ചിരുന്നു. കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ പരിശോധനകൾ നടക്കുന്നത്. മാസപ്പടി കേസിലേക്കാണ് ED ഇന്നു മുതൽ പ്രതികളെല്ലാം ചോദ്യം ചെയ്തു തുടങ്ങും. ശശിധരൻ കർത്തയുടെ മകൻ ശരൺ എസ് കർത്ത ഇന്ന് ഹാജരാകും. വീണ ബുധനാഴ്ചയാണ് ഹാജരാകേണ്ടത്. AT അശ്വതി ഒരിക്കൽ കൂടി ചേരുകയാണ്. അശ്വതി, ED പണി തുടങ്ങിക്കഴിഞ്ഞു. ഒരറ്റം മുതൽ ഓരോരുത്തരെയായി ചോദ്യം ചെയ്യുന്നു. വീണ തൈക്കണ്ടിയെ ചോദ്യം ചെയ്യുന്നത് നാളെ. സ്വപ്ന, തീർച്ചയായും ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിലെ പ്രതികളെ ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇത് വളരെ നിർണായകമായ ഒരു ഘട്ടമാണ്. നേരത്തെ തന്നെ പ്രതിപട്ടികയിലുള്ള ആളുകൾക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരുന്നു. അതിൽ വീണ വിജയൻ നേരത്തെ ഹാജരാകാൻ വിസമ്മതിച്ചിരുന്നു. അതിൽ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ ദിവസം വീണ ഹാജരാകാതിരുന്നത്. മാത്രമല്ല, ഇതിൻ്റെ തെളിവുകളെല്ലാം തന്നെ, ഈ ഡോക്യുമെന്റുകളടക്കം അഭിഭാഷകൻ മുഖേന കൊടുത്തയക്കാം എന്നതായിരുന്നു. പക്ഷേ അക്കാര്യം ED അംഗീകരിച്ചില്ല. അങ്ങനെയാണ് മറ്റൊരു ദിവസം വീണ വിജയന് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് ശശിധരൻ കർത്തയുടെ മകൻ ശരൺ എസ് കർത്ത, ഈ CMRL കമ്പനിയുടെ ബോർഡ് അംഗം കൂടിയാണ്. ശരൺ എസ് കർത്തയാണ് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത്. ഇതുവരെ ശരൺ എസ് കർത്ത ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അടുത്ത ദിവസമാണ് ശശിധരൻ കർത്തയെ വിളിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ അദ്ദേഹത്തിന് ചില ആരോഗ്യ കാരണങ്ങൾ നേരത്തെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഹാജരാകുമോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. എങ്കിൽ പോലും ശശിധരൻ കർത്തയ്ക്കും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇന്ന് ശരൺ എസ് കർത്ത ഹാജരാകും. ശരൺ എസ് കർത്തയോട് പ്രധാനമായും ഈ CMRLന്റെ പണമിടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളായിരിക്കും പ്രധാനമായും ED ചോദിക്കുക. നേരത്തെ തന്നെ റെയ്ഡിൽ ED ചില ഡോക്യുമെൻറ്റുകളും മറ്റ് വിശദാംശങ്ങളും ഒക്കെ തന്നെ പിടിച്ചെടുക്കുകയും അത് വിശകലനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയുള്ള ചോദ്യം ചെയ്യലായിരിക്കും ഇന്ന് നടക്കുക. എന്തായാലും ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ഒരു ഘട്ടമാണ് കടന്നു പോകുന്നത്. മാത്രമല്ല, ഈ ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഉത്തരവിട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പ്രൊസീജിയർ എല്ലാം നടക്കുന്നത്. പക്ഷേ അതിനെതിരായി, ആ ഹൈക്കോടതി ഉത്തരവിന് എതിരായി സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ആലോചനകൾ കൂടി നടക്കുന്നുണ്ട്. എന്തായാലും അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അടുത്ത ദിവസം വീണ വിജയൻ അടക്കം ഹാജരാകുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. സ്വപ്ന, മാസപ്പടി കേസിൽ EDയുടെ ചോദ്യം ചെയ്യൽ തുടർന്നു. ശശിധരൻ കർത്തയുടെ മകൻ ശരൺ എസ് കർത്ത ഇന്നിപ്പോൾ ഹാജരാകും. അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്. വീണ തൈക്കണ്ടിയെ ചോദ്യം ചെയ്യുന്നത് നാളെയാണ്. നീറ്റ് പുനഃപരീക്ഷയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താനായി ഇന്ന് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും. പരീക്ഷാ നടത്തിപ്പിന്റെ സുരക്ഷയ്ക്കായി കേന്ദ്രസേനയും ചോദ്യപേപ്പറുകൾ എത്തിക്കുന്നതിന് വ്യോമസേനയും നിയോഗിച്ചിട്ടുണ്ട്. പുനഃപരീക്ഷയുടെ അഡ്മിറ്റ് കാർഡുകൾ പ്രസിദ്ധീകരിച്ച് വെബ്സൈറ്റിലെ സാങ്കേതിക തകരാർ പൂർണ്ണമായും പരിഹരിച്ചുവെന്ന് NTA അറിയിച്ചിട്ടുണ്ട്. neet.nta.nic.in എന്ന ഔദ്യോഗിക പോർട്ടൽ വഴി ഹാൾ ടിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്യാനാകും. ഈ മാസം 21 നടക്കുന്ന പുനഃപരീക്ഷയ്ക്കായി പഴുതടച്ച ക്രമീകരണങ്ങളാണ് വിദ്യാഭ്യാസ മന്ത്രാലയം നടത്തുന്നത്. UDF സർക്കാരിൻ്റെ ബജറ്റ് വരാനിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള മാർഗങ്ങൾ തേടുന്ന UDF സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തിനും വിദേശ നിക്ഷേപത്തിനും ബജറ്റിൽ ഊന്നൽ നൽകുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ആഗോള നിക്ഷേപ സംഗമവും ലോക കേരള സഭയും പുതിയ പരിഷ്കരണങ്ങൾ വരുത്തി നടപ്പിലാക്കും. KSRTCയിലും KCBയിലും സ്വകാര്യ പങ്കാളിത്തത്തിനുള്ള സാധ്യതകളും തേടും. അതേസമയം അതിവേഗ റെയിൽ പാത പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടാകില്ലെന്നാണ് സൂചന. സാമ്പത്തിക പരാധീനതകൾക്ക് നടുവിൽ വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ വിഭവ സമാഹരണത്തിനായുള്ള പല മാർഗങ്ങൾ തേടുകയാണ് സർക്കാർ. ഒട്ടും ഭദ്രമല്ലാത്ത സാമ്പത്തിക സ്ഥിതി തുറന്നു കാട്ടുന്ന ധവളപത്രത്തിൽ കരകയറാനായി പല ശുപാർശകളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ പ്രധാനം പൊതുമേഖലയിലെ സ്വകാര്യ പങ്കാളിത്തമാണ്. നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ KSRTCയും KSCBയും ജല അതോറിറ്റിയുമാണ് മുന്നിലുള്ളത്.
പൊതുജന സേവനമായി പരിഗണിക്കപ്പെടുന്ന ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അത്ര വേഗത്തിൽ സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരാനാകില്ല. ജല അതോറിറ്റിയെ അവശ്യ സർവീസിന്റെ ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതിനാൽ സ്വകാര്യ നിക്ഷേപം പ്രായോഗികമല്ല എന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ KSRTCയിലും KSCBയിലും പുതിയ പരിഷ്കരണ പദ്ധതികൾ നടപ്പാക്കിയാൽ ഇതിലൂടെ സ്വകാര്യ പങ്കാളിത്തം കൊണ്ടുവരാനാകും. അത്തരം സാധ്യതകൾ തേടുന്നതാകും ബജറ്റ്. വിദേശ നിക്ഷേപ സാധ്യത മുന്നിൽ കണ്ട് ആഗോള നിക്ഷേപക സംഗമം ഉടനടി വിളിച്ചു ചേർക്കാൻ ആലോചിക്കുകയാണ് സർക്കാർ. മുൻ സർക്കാരുകളുടെ കാലത്ത് ആഗോള നിക്ഷേപ സംഗമങ്ങൾ കൊട്ടിഘോഷിച്ച് നടപ്പാക്കിയിട്ടുള്ളതും പലതും വിജയിച്ചിട്ടുള്ളതുമാണ്. നിക്ഷേപകരെ ആകർഷിക്കുന്ന രീതിയിൽ വ്യാവസായിക അന്തരീക്ഷം സൃഷ്ടിക്കുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടാകും. ആഗോള പ്രവാസി സംഗമത്തിനായി ലോക കേരള സഭ പുതിയ പരിഷ്കാരങ്ങൾ വരുത്തിയാകും UDF സർക്കാർ നടപ്പാക്കുക. ലോക കേരള സഭയെ പ്രോത്സാഹിപ്പിക്കുകയും ആകർഷകമാക്കുകയും ചെയ്യുന്ന പ്രഖ്യാപനങ്ങളും ബജറ്റിൽ പ്രതീക്ഷിക്കാം. കേരളത്തിൽ ഒരു അതിവേഗ റെയിൽപാത ഉണ്ടാകുമോ എന്നതിന്റെ ഉത്തരം ആദ്യ ബജറ്റിൽ പ്രതീക്ഷിക്കാനാകില്ല. അധികാരത്തിലെത്തിയ ഉടൻ തന്നെ സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയ UDF സർക്കാർ പക്ഷേ മറ്റൊരു രീതിയിൽ അതിവേഗ റെയിൽപാതയുമായി മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നു. ശ്രീധരന്റെ പദ്ധതി പഠിക്കാൻ 4-അംഗ സമിതിയെ നിയോഗിച്ചതും അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ അതിവേഗത്തിൽ പദ്ധതിയുമായി മുന്നോട്ടു പോകാനും അതിനുള്ള തുക കണ്ടെത്താനും നിലവിലെ സാഹചര്യത്തിൽ തടസ്സങ്ങൾ ഏറെയാണ്. എന്നാൽ വൻകിട പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകില്ലെങ്കിലും അതിനായുള്ള ചുവടുവയ്പ് ബജറ്റിൽ കാണാനാകും. അൻഫിൽ ഡിസൂസ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്തിന്റെ വ്യവസായ വളർച്ചയ്ക്ക് കരുത്തേകുന്ന പാലക്കാട് കഞ്ചിക്കോട് വ്യവസായ മേഖലയിലേക്കുള്ള പ്രധാന പ്രവേശനപാത ഇന്ന് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. മാസങ്ങളായി നടക്കുന്ന അറ്റകുറ്റപ്പണികൾ ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പാതി വഴിയിൽ ഉപേക്ഷിച്ചതായിട്ടാണ് ആക്ഷേപം. കാലവർഷം കൂടി എത്തിയതോടെ വലിയ ദുരിതത്തിലാണ് വ്യവസായികളും യാത്രക്കാരും. കഞ്ചിക്കോട് പാറപ്പിരിവ് മുതൽ മേനോൻപാറ വരെയുള്ള റോഡ് സംസ്ഥാനത്തെ പ്രധാന വ്യവസായ മേഖലകളിലൊന്നിലേക്കുള്ള ജീവധാരയാണ്. നൂറുകണക്കിന് ചെറുകിട വൻകിട വ്യവസായ സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഈ പാതയിലൂടെയാണ് ചരക്ക് വാഹനങ്ങളും മറ്റും കടന്നുപോകുന്നത്. റോഡിന്റെ നവീകരണം മാസങ്ങളായി നിലച്ചതോടെ യാത്ര ദുരിതപൂർണമായി മാറിയിരിക്കുകയാണ്. ഇവിടെ 35 കൊല്ലമായിട്ട് ഈ മേഖലയിൽ വണ്ടി ഓട്ടുന്നതാണ്. ഏറ്റവും സ്റ്റീൽ പ്ലാന്റ് ഉള്ളത് ഈ കഞ്ചിക്കോട് മേഖലയിലാണ്. ഇപ്പോഴാണ് ITIയിൽ BML ഒക്കെ ഇപ്പോഴാണ് വന്നത്. അപ്പോൾ ഈ ദുരന്തങ്ങളൊന്നും മാറ്റിക്കിട്ടാനുള്ളത് നോക്കണം. ഞാൻ പിന്നെ വണ്ടി വെച്ചിട്ട് സെക്യൂരിറ്റി പണിക്ക് പോകേണ്ട വരുമോ നോക്കണം. നമുക്ക് ഓട്ടം പോയിട്ട് വന്നാൽ ഒരു 2 പ്രാവശ്യം പോയിട്ട് വന്ന് പറഞ്ഞാൽ ഒരു 1500 രൂപ പിന്നി സെറ്റ് പോകും. അത് ഈ വിൽക്കുന്ന വിലവാസിയിൽ നമുക്ക് ഈ ഓട്ടം വരാണ്ടിരിക്കുകയാണ്. അത് കാരണം ജനങ്ങൾ എന്തെങ്കിലും അത്യാവശ്യം വിളിച്ചാൽ പോലും നമുക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഒരു വാഹനം പോലും ഇപ്പോൾ ആട്ടോറിക്ഷ വിളിച്ചാൽ അങ്ങോട്ട് വരില്ല. ഇപ്പോൾ 2-3 കിലോമീറ്റർ അങ്ങോട്ട് വിളിച്ചാൽ ആട്ടോ ഈ കാംകോവിൻ്റേതല്ല അവിടെ BML വരെ ആട്ടോറിക്ഷ വിളിച്ചാൽ വരാത്തൊരവസ്ഥയാണ്. പലയിടത്തും റോഡ് പൊളിച്ച നിലയിലാണ്. മഴക്കാലം കൂടി എത്തിയതോടെ കുഴികളിൽ വെള്ളവും ചെളിയും നിറഞ്ഞിരിക്കുന്നതിനാൽ അപകടം പതിയിരിക്കുന്നു. ഗതാഗതക്കുരുക്കും പതിവാണ്. വ്യവസായ മേഖലയിലേക്കുള്ള പ്രധാന പാതയുടെ ഈ അവസ്ഥ ഉൽപാദന ഗതാഗത മേഖലയെയും ബാധിക്കുന്നതായി വ്യാപാരികളും സംരംഭകരും പറയുന്നു. 250-ലേറെ യൂണിറ്റുകൾ ഇവിടെ തൊഴിൽ സ്ഥാപനങ്ങളുണ്ട്. അതിൽ ജോലിക്കാരുടെ എണ്ണം പറയുകയാണെങ്കിൽ ഒരു 10,000 പേരോളം ഇവിടെ ജോലിക്കുണ്ട്. ഇവർക്കൊക്കെ സമയത്തിന് എത്തിപ്പെടാൻ പറ്റുന്നില്ല. കഞ്ചിക്കോടുന്ന് ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയം മാക്സിമം ഒരു 10 മിനിറ്റ് വരെ അരമണിക്കൂർ ട്രാവൽ ചെയ്യണം. ഒരു കണ്ടെയ്നർ വന്ന് നമുക്ക് ആ ഷിപ്മെൻറ്റ് കയറുന്നതിന് ഒരു ടൈം പീരീഡ് ഉണ്ട്. ഇവിടെ നിന്ന് ഇതൊന്ന് ക്രോസ് ചെയ്ത് പോകുമ്പോഴേക്കും ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വരുന്നത് വലിയ ലക്ഷങ്ങളുടെ നഷ്ടം. ലക്ഷങ്ങളല്ല, അതിൽ കൂടുതൽ നഷ്ടം ഞങ്ങൾക്ക് വരാറുണ്ട്. 2 വീലർ കൊണ്ട് പോലും പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. കമ്പനി ഒരു സ്ഥാപനം നടത്തുന്ന ആളാണ് നമ്മൾ. 10 പ്രാവശ്യം ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോകണം. പോയിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും വണ്ടിയൊക്കെ ബുദ്ധിമുട്ടും ആൾക്കും ബുദ്ധിമുട്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ് സംഭവം. കരാർ ഏറ്റെടുത്ത ഊരാളുങ്കൽ ലേബർ സർവീസ് സൊസൈറ്റി എസ്റ്റിമേറ്റിന്റെ പേരിൽ നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ചു എന്നാണ് ആക്ഷേപം. കരാറുകാരുമായി ബന്ധപ്പെട്ടിട്ടും മറുപടിയില്ല എന്ന് ഉദ്യോഗസ്ഥരും പറയുന്നു. പുതിയ സർക്കാർ ഭരണത്തിലെത്തിയതോടെ തങ്ങളുടെ ദുരിതത്തിന് പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യവസായികൾ. സംസ്ഥാനത്തെ വ്യാവസായിക മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡിന്റെ ഈ ദുരവസ്ഥ വ്യവസായികളെയും മറ്റ് യാത്രക്കാരെയും ഒരുപോലെയാണ് പ്രതിസന്ധിയിലാക്കുന്നത്. യാത്രാ ദുരിതവും അപകട ഭീഷണിയും ദിനംപ്രതി ഉയരുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ഉയരുന്ന ആവശ്യം. ക്യാമറാമാൻ സുനിലിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, പാലക്കാട്. പാലാ നഗരസഭയിൽ ഭരണം നഷ്ടമാകാതിരിക്കാൻ പ്രത്യേക ഫോർമുലയുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്ത്. കോൺഗ്രസിന്റെ കൗൺസിലർമാർ പാർട്ടി തീരുമാനങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് DCC വൈസ് പ്രസിഡന്റ് ബിജു പുന്നത്താനം പറഞ്ഞു. എന്നാൽ ഈ വിഷയത്തിൽ സ്വതന്ത്ര കൂട്ടായ്മ ഇനിയും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. പാലായിൽ ഭരണം പിടിച്ചെടുക്കാനായാണ് കോൺഗ്രസ് വലിയ വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് സ്വതന്ത്ര കൂട്ടായ്മയുമായി ചേർന്ന് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതെന്നും 6 മാസത്തിനുള്ളിൽ ഭരണം നഷ്ടപ്പെടുത്താൻ കഴിയില്ലെന്നുമുള്ള നിലപാടിലാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം.
തിരഞ്ഞെടുപ്പിന് ശേഷമുണ്ടാക്കിയ ധാരണകൾ പാലിക്കുന്നില്ലെങ്കിൽ ഭരണത്തിൽ കടിച്ചു തൂങ്ങാനില്ല എന്ന നിലപാടിലാണ് സ്വതന്ത്ര മുന്നണി. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് കൗൺസിലർമാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന തരത്തിൽ നേതൃത്വം നിലപാടെടുത്തത്. സ്വതന്ത്ര കൂട്ടായ്മയുടെ ഭാഗത്തു നിന്നും മുമ്പുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ആവർത്തിക്കില്ലെന്നും അതേസമയം പാർട്ടി തീരുമാനം പാലിക്കാൻ കോൺഗ്രസ് കൗൺസിലർമാർ ബാധ്യസ്ഥരാണെന്നും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബിജു പുന്നത്താനം പറഞ്ഞു. ഒരു ഘട്ടത്തിൽ അവർ വെക്കുന്ന നിർദ്ദേശം, ആ നിർദ്ദേശം നമുക്ക് സ്വീകാര്യമായ നിലയിൽ ഇപ്പോൾ മറുപക്ഷത്തുള്ളവരുമായി സംസാരിച്ച് അതിനെ ഒന്ന് ക്രമീകരിക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു കാര്യം വിനയപൂർവ്വം സൂചിപ്പിക്കുവാനുള്ളത്, പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ്സിന് ഒരു തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ അത് തീർച്ചയായും കൗൺസിലർമാർക്ക് എല്ലാവർക്കും അത് പാലിക്കുവാനും ബാധ്യസ്ഥരാണ്. കൗൺസിലർമാരുടെ വികാരം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനത്തിനാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ പാലാ മുനിസിപ്പാലിറ്റിയിൽ ഒരു ജനഹിതം, പാലായിൽ എങ്ങനെ ഭരണം നടത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തിനനുസരിച്ച് ഇവിടെ നൽകിയ ഒരു ജനഹിതമുണ്ട്. ആ ജനഹിതം അനുസരിച്ചൊരു ഭരണം മുമ്പോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു ശ്രമമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഉണ്ടാവുക. പ്രകോപനപരമായ ഒരു പ്രസ്താവനയും കോൺഗ്രസ് കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുതെന്ന കർശന നിർദ്ദേശവും DCC നേതൃത്വം നൽകിയിട്ടുണ്ട്. എന്നാൽ പാലായിൽ ഭരണം നിലനിർത്താനുള്ള പുതിയ ഫോർമുല കോൺഗ്രസ് നേതൃത്വം പരസ്യമാക്കിയിട്ടില്ല. കോൺഗ്രസ് കൗൺസിലർമാരും ഇതേക്കുറിച്ച് പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടുമില്ല. ഏതായാലും നിലവിലെ ചെയർപേഴ്സൺ സ്ഥാനത്തിനൊപ്പം വൈസ് ചെയർമാൻ സ്ഥാനം കൂടി ഒരേ കുടുംബത്തിലേക്ക് പോകുന്നതിനോട് കോൺഗ്രസ് കൗൺസിലർമാർക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. ഭരണം നഷ്ടപ്പെടാതിരിക്കാൻ കോൺഗ്രസ് നേതൃത്വം ശക്തമായി ഇടപെടുമ്പോഴും സ്വതന്ത്ര കൂട്ടായ്മ നിലപാട് വ്യക്തമാക്കിയിട്ടുമില്ല. എന്നാൽ സ്വതന്ത്ര കൂട്ടായ്മയുമായി ചേർന്ന് ഒരു നീക്കത്തിനും ഇല്ലെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി വ്യക്തമാക്കി. അമൃത ന്യൂസ്, കോട്ടയം. ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് ഇ പോരാട്ടത്തിൽ 1-7 ഗോളുകൾക്ക് ക്യുറസോയെ തകർത്ത് ജർമ്മനി തകർപ്പൻ വിജയം നേടി. കളിയുടെ 6-ാം മിനിറ്റിൽ ഫെലിക്സ് നിമച്ചായിലൂടെ ജർമ്മനി മുന്നിലെത്തിയെങ്കിലും 21-ാം മിനിറ്റിൽ ലിവാനോ കൊമനൻസിയിലൂടെ ഗോൾ മടക്കി ക്യുറസോയെ സമനില പിടിച്ചു. എന്നാൽ ഇതിന് മറുപടിയായി കളം നിറഞ്ഞു കളിച്ച ജർമ്മനിക്കായി കായ് ഹാവർട്സ് ഇരട്ട ഗോളുകൾ നേടി. ലോക ഫുട്ബോൾ ഗ്രൂപ്പ് എഫ് പോരാട്ടത്തിൽ കരുത്തരായ നെതർലാൻഡ്സിനെ സമനിലയിൽ തളച്ച് ജപ്പാൻ. അവസാന നിമിഷം വരെ ആവേശം നിറഞ്ഞ മത്സരത്തിൽ ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടിപ്പിരിഞ്ഞു. നെതർലാൻഡ്സിനായി ക്യാപ്റ്റൻ വെർജിൽ വാൻ ഡൈക്കും ക്രിസൻസിയോ സമവിലും ഗോളുകൾ നേടിയപ്പോൾ കെയ്തോ നക്കാമുറ, ഡായ്ചി കമഡ എന്നിവരാണ് ജപ്പാന്റെ രക്ഷകരായത്. 2024 യൂറോ കപ്പ് നേടിയ സ്പെയിൻ പുതിയ അടവ് നയവുമായാണ് ലോകകപ്പിന് എത്തിയിരിക്കുന്നത്. ടീമിൽ ബാഴ്സലോണയിലെ താരങ്ങൾക്ക് പ്രാധാന്യം നൽകി. സ്പാനിഷ് ക്ലബ് റയൽ മാഡ്രിഡ് താരങ്ങളെ ഒഴിവാക്കിയാണ് ഇത്തവണത്തെ സ്പാനിഷ് ടീം കളത്തിലിറങ്ങുന്നത്. ഇന്ന് രാത്രി 9:30 മത്സരം. കാൽപന്ത് കളിയുടെ സർവ്വകൂട്ടുകളും ഒത്തിണക്കിയ രസതന്ത്രമായിരുന്നു സ്പാനിഷ് ഫുട്ബോൾ ടീമിൻ്റേത്. എതിരാളികളുടെ കാലിൽ പന്ത് കൊടുക്കാത്ത പൊസിഷൻ ഫുട്ബോളും കുറിയ പാസുകളും ടിക്കി ടാക്കി എന്ന തന്ത്രമായിരുന്നു മുമ്പ് അവരെ നയിച്ചിരുന്നത്. 2008 യൂറോ കപ്പും 2010 ലോകകപ്പും 2012 യൂറോ കപ്പുമെല്ലാം സ്പാനിഷ് സംഘം സ്വന്തമാക്കിയത് ഈ തന്ത്രമായിരുന്നു. ബാഴ്സലോണയും റയൽ മാഡ്രിഡുമായിരുന്നു അന്നെല്ലാം സ്പെയിൻ ടീമിൻ്റെ എഞ്ചിനായി പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ എതിരാളികൾ ടിക്കി ടാക്കി എന്ന തന്ത്രത്തിനുള്ള മറുമരുന്ന് കണ്ടുപിടിച്ചതോടെ അവർക്ക് അടിതെറ്റി. 2014 ഗ്രൂപ്പ് റൗണ്ടിൽ തന്നെ പുറത്തായ ടീം 2018 2022 ക്വാർട്ടറിൽ വീണു. കാലം മാറിയിട്ടും ടിക്കി ടാക്കി എന്ന ഫുട്ബോൾ ഫിലോസഫി മുറുകെ പിടിച്ചതിന് അവർക്ക് കിട്ടിയ തിരിച്ചടിയെന്നായിരുന്നു വിമർശനം. എന്നാൽ പരിശീലകരായ വിൻസെന്റ് ഡെൽബോക്സും ജുലിയൻ ലോപ്റ്റേഗ്യൂസും ലൂയിസ് എൻട്രോക്കയുടെയും കാലത്തിനു ശേഷം ലൂയിസ് ഡെലാ ഫുണ്ടയിലേക്ക് എത്തിയപ്പോൾ ടീം അടിമുടി മാറി. 2024 യൂറോ കപ്പ് നേടിയാണ് ഡെലാ ഫുണ്ടയുടെ ടീം തങ്ങളുടെ കരുത്ത് കാട്ടിയത്. യൂറോ കപ്പ് ജയിച്ച സ്പാനിഷ് സംഘത്തിലെ മിക്ക താരങ്ങളും ഡെലാ ഫുണ്ടയുടെ ഇത്തവണത്തെ ലോകകപ്പ് ടീമിലുണ്ട് എന്നതാണ് പ്രത്യേകത. ഇക്കഴിഞ്ഞ യൂറോയിൽ കണ്ടത് മാറിയ കാലത്തെ മാറ്റിയ സ്പെയിൻ എന്നായിരുന്നു. വെറുതെ പന്തിൻ്റെ പുറകെ ഓടാതെ ഗോളുകൾ നേടാനും ഒന്ന് പ്രതിരോധിക്കാനും ഒട്ടും മടിയില്ലാത്ത സംഘമായി മാറി. യൂറോയിൽ ക്രൊയേഷ്യയും ഇറ്റലിയെയും ജർമ്മനിയും ഫ്രാൻസിനെയും ഫൈനലിൽ ഇംഗ്ലണ്ടിനെയും എല്ലാം തകർത്തുവിട്ട സ്പാനിഷ് സംഘം തങ്ങളുടെ കരുത്ത് അടയാളപ്പെടുത്തിയാണ് 2 വർഷം മുമ്പ് ജർമ്മനിയിൽ നിന്നും മടങ്ങിയത്. അതേസമയം ലോകകപ്പ് ടീമിൽ ഇത്തവണ സ്പാനിഷ് ക്ലബ്ബ് റയൽ മാഡ്രിഡിൻ്റെ ഒറ്റ താരങ്ങൾ പോലും ഇല്ല എന്നതാണ് ശ്രദ്ധേയം. എന്നാൽ ബാഴ്സലോണയുടെ 8 താരങ്ങളും ആഴ്സണൽ, അത്ലറ്റിക് ക്ലബ്ബ്, അത്ലറ്റിക്കോ മാഡ്രിഡ് എന്നിവയിൽ നിന്ന് 3 വീതം താരങ്ങളും ടീമിലുണ്ട്. ടീമിൻ്റെ 92 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് റയൽ മാഡ്രിഡിൽ നിന്നുള്ള ഒരു താരം പോലും ലോകകപ്പ് ടീമിൽ ഇടം നേടാതിരിക്കുന്നത്. 2024 യൂറോ കപ്പ് നേടിയ ടീമിനെ നയിച്ച മുൻ ക്യാപ്റ്റൻ അൽവാരോ മൊറാട്ടെ ഉൾപ്പെടെയുള്ള താരങ്ങൾ പുറത്തായത് ഏറെ ചർച്ചകൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രി 9:30 കുഞ്ഞൻ രാജ്യമായ കേപ്പ് വെർഡെയെയാണ് സ്പെയിൻ നേരിടുന്നത്. ലോകകപ്പ് യോഗ്യത നേടുന്ന ഏറ്റവും ചെറിയ രാജ്യങ്ങളിലൊന്നാണ് കേപ്പ് വെർഡെ. 1 കോടി മനുഷ്യർ പോലും തികച്ചില്ലാത്ത സ്ഥലത്ത് നിന്നാണ് 11 കളിക്കാർ ലോകകപ്പിന് എത്തിയിരിക്കുന്നത്.
യോഗ്യതാ മത്സരത്തിൽ കളിച്ച 10 മത്സരങ്ങളിൽ 7ലും ജയം നേടിയാണ് ലോകകപ്പിന് ഇവർ എത്തിയത്. യോഗ്യതാ റൗണ്ടിൽ കേപ്പ് വെർഡിയോട് തോൽവി വഴങ്ങിയത് കാമറൂണിനെ ഞെട്ടിപ്പിച്ചിരുന്നു. 24-കാരൻ സെൻട്രൽ ബാക്ക് ലോഗൻ കോസ്റ്റയാണ് ടീമിലെ ഏക അന്തർദേശീയ താരം. സ്പോർട്സ് ഡെസ്ക് അമൃത ന്യൂസ്. ഫുട്ബോൾ ലോകകപ്പിന് വരവേറ്റ് കോഴിക്കോട് തോട്ടുമുഖത്ത് ഫാൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ച സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ബ്രസീലും അർജന്റീനയും പോർച്ചുഗലുമെല്ലാം മത്സരിച്ചുവെങ്കിലും വമ്പന്മാരെ തളയ്ക്കാൻ ഇന്ത്യ കളത്തിലിറങ്ങിയത് വേറിട്ട കാഴ്ചയായി. ഫുട്ബോൾ ലോകകപ്പ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ബ്രസീലും അർജന്റീനയും പോർച്ചുഗലും ഒക്കെയാണ്. എന്നാൽ ഈ വമ്പന്മാർക്കിടയിലേക്ക് ഒരു കൊമ്പൻ എത്തിയാലോ? അതാണ് കോഴിക്കോട് തോട്ടുമുഖത്ത് നടന്ന ഫാൻസ് വേൾഡ് കപ്പിലെ ഇന്ത്യൻ ടീമിന്റെ പ്രകടനം. അർജന്റീനയും ബ്രസീലുമെല്ലാം കളം നിറഞ്ഞെങ്കിലും ഗാലറിയിലും മൈതാനത്തും ഏറ്റവും കൂടുതൽ ആർപ്പുവിളികളും കയ്യടികളും ഉയർന്നത് ഇന്ത്യ എന്ന ആ ഒറ്റ പേരിനായിരുന്നു. തോട്ടുമുഖം സ്കൂളിലെ ടീം ഇന്ത്യൻ ജേഴ്സിയിൽ പന്തുരുട്ടിയപ്പോൾ കണ്ടുനിന്ന നാട്ടുകാരുടെയും കുട്ടികളുടെയും ഉള്ളിലെ യഥാർത്ഥ ഫുട്ബോൾ പ്രേമം ഉണർന്നു. ഒരു ഹോപ്പ് ഉണ്ട് ഞങ്ങൾക്ക്. എന്തെങ്കിലും ഒരു കാലത്ത് ഇന്ത്യ നമ്മുടെ ഓരോരുത്തർക്കും വേണ്ടി ഇന്ത്യ പ്ലേ ചെയ്യുന്ന ഒരു ഹോപ്പിലാണ് ഞങ്ങൾ ഓരോരുത്തരും ഇന്ന് ഇതിന്റെ കൂടെ അത്ര ആവേശത്തിൽ ഞങ്ങൾ നിൽക്കുന്നത്. ആവേശകരമായ സെമി ഫൈനൽ പോരാട്ടത്തിൽ ഇന്ത്യയെ തോൽപ്പിച്ച് അർജന്റീനയും ബ്രസീലിനെ പരാജയപ്പെടുത്തി പോർച്ചുഗലും ഫൈനലിലെത്തി. കലാശ പോരാട്ടത്തിൽ കിരീടം ചൂടിയത് അർജന്റീനയായിരുന്നു. പ്രശസ്ത മോഹൻ ബഗാൻ താരം ഉമർ മുക്താറാണ് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. കപ്പില്ലെങ്കിലും കാണികളുടെ മനസ്സ് നിറച്ചാണ് തോട്ടുമുഖത്തിന്റെ ഇന്ത്യൻ പട ഗ്രൗണ്ട് വിട്ടത്. അമൃത ന്യൂസ്, കോഴിക്കോട്. വനിതാ 2020 ലോകകപ്പിൽ പാകിസ്ഥാനെ 64 റൺസിന് തകർത്ത ഇന്ത്യ. 171 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ പാകിസ്ഥാൻ 17 ഓവറിൽ 106 റൺസ് എടുത്ത് ഓൾ ഔട്ട് ആവുകയായിരുന്നു. 5 വിക്കറ്റ് നേട്ടവുമായി ദീപ്തി ശർമ്മയാണ് പാകിസ്ഥാൻ ബാറ്റിംഗ് നിരയെ തകർത്തെറിഞ്ഞത്. 4 ഓവറിൽ 10 റൺസ് മാത്രം നൽകിയാണ് ദീപ്തിയുടെ നേട്ടം. പാകിസ്ഥാൻ നിരയിൽ 35 പന്തിൽ 41 റൺസ് എടുത്ത മുനീബ അലി മാത്രമാണ് പൊരുതിയത്. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് കേരളത്തോടൊപ്പം ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് പശ്ചിമേഷ്യൻ വിപണിയിൽ സമാധാന ശ്രമങ്ങളടക്കം സമാധാന നീക്കങ്ങളടക്കം വിപണിയെ ബാധിക്കുമെന്നുറപ്പാണ്. എങ്ങനെയാകും ഇന്നിപ്പോൾ വിപണിയിലെ നീക്കങ്ങളെല്ലാം? ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. US ഇറാൻ സമാധാന കരാർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആവേശം വിപണിയിൽ വലിയ തോതിൽ പ്രതിഫലിക്കുന്നുണ്ട്. ആഗോള വിപണികളിലെല്ലാം ഇന്നലെ വെള്ളിയാഴ്ച നേട്ടമായിരുന്നു. ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികളിൽ പലതിലും നേട്ടത്തിൽ തന്നെയാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. നമ്മുടെ വിപണിയിലും നല്ല നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. വിപണിയുടെ ഇന്നത്തെ നീക്കത്തോടുകൂടെ 24,000 എന്ന നിലവാരത്തിലേക്ക് മുൻനിര സൂചികയായി നിഫ്റ്റി എത്തിയേക്കുമെന്നാണ് കരുതുന്നത്. ഒട്ടുമിക്ക മേഖലകളിലും വിപണി നിക്ഷേപ താല്പര്യം തന്നെയാണ്. പ്രത്യേകിച്ചും ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ മേഖലയിലാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും അധികം നിക്ഷേപ താല്പര്യമുണ്ടായത്. ഇനി IT മേഖലയിൽ കൂടെ ഒരു തിരിച്ചുകയറ്റം ഉണ്ടാവുകയാണെങ്കിൽ അത് വിപണിക്ക് ആകെ മുന്നോട്ട് നീങ്ങുന്നതിന് പ്രയോജനമാവുകയും ചെയ്യും. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വിൽപ്പനയുടെ തോത് വെള്ളിയാഴ്ച ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വിൽപ്പന കുറയുകയാണെങ്കിൽ തന്നെ അത് വിപണിക്ക് മുന്നോട്ട് നൽകുന്നതിന് പ്രേരകമായി പ്രവർത്തിക്കുകയും ചെയ്യും. ഏതാണ്ട് ദീർഘകാലത്തോളം വിപണിയിൽ ഒരു ക്രമപ്പെടലിൻ്റെ ഒരു പാതയിലായിരുന്നു. 23,500 24,000 എന്ന നിലവാരത്തിനിടയ്ക്ക് ദീർഘകാലം വിപണിയിൽ വ്യാപാരം തുടരുകയും ഒരു വേള 23,000 അടുത്തേക്ക് 23,100 എന്ന നിലവാരത്തിലേക്ക് വരെ നീങ്ങി വിപണി ക്രമപ്പെടുന്ന ഒരു സാഹചര്യവും കണ്ടിരുന്നു. ഇത്രയും ദീർഘകാലത്ത് വിപണിയിൽ ഒരു ക്രമപ്പെടൽ കണ്ടത് അടുത്തിടെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അതിനുശേഷം വിപണിയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു അനുകൂല സാഹചര്യം എല്ലാ നിലവാരങ്ങളെയും പ്രതിരോധ നിലവാരങ്ങളെയും ഭേദിച്ച് മുന്നോട്ട് നയിക്കാൻ പ്രേരകമാവുമെന്ന് തന്നെയാണ് കരുതുന്നത്. ആ രീതിയിലൊരു നിക്ഷേപ താല്പര്യം വരും ദിവസങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കുകയും വേണം. നന്ദി ശ്രീ ദിലീപ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണത്തിന് ന്യൂനതയുണ്ടെങ്കിൽ പുതിയ അന്വേഷണം ഉണ്ടാകുമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. കുറ്റപത്രത്തിൽ ന്യൂനതയെങ്കിൽ പുതിയ അന്വേഷണം നടത്തും. പുറത്തുവരുന്ന സത്യങ്ങൾക്കനുസരിച്ച് അന്വേഷണം ഉണ്ടാകും. ഇനിയും സത്യങ്ങൾ പുറത്തുവരാനുണ്ടെന്നും കെ മുരളീധരൻ ഗുരുവായൂരിൽ പറഞ്ഞു. കുറ്റപത്രം സമർപ്പിച്ച് അതിൽ ന്യൂനതയുണ്ടെങ്കിൽ വേറെ രീതിയിൽ അന്വേഷണം ക്യാബിനറ്റ് തീരുമാനിക്കും. പത്മകുമാറിന്റെ ഒരു വെളിപ്പെടുത്തലുണ്ടായിരുന്നു. അത് ഇനി കുറേ സത്യങ്ങൾ വരാനുണ്ട്. മറ്റേ വാസവൻ പറഞ്ഞല്ലോ, ഇനിയും പലതും വരുന്നത് ഞങ്ങളെക്കുറിച്ച് വരാൻ കിടക്കുന്നതേ ഉള്ളൂ. വരുമ്പോൾ നമുക്ക് അതനുസരിച്ച് അന്വേഷണം ഉണ്ടാവും.
നിപ സമ്പർക്ക പട്ടികയിലുള്ള 8 പേരുടെ പരിശോധനാ ഫലവും നെഗറ്റീവ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പരിശോധനാ ഫലമാണ് പുറത്തു വന്നത്. അതേസമയം നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രത്യേക ഐസൊലേഷൻ വാർഡിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലുള്ള യുവാവിന്റെ നില ഗുരുതരമായി തുടരുന്നു. മെഡിക്കൽ പ്രോട്ടോകോൾ പ്രകാരം 2 നോഡൽ ഓഫീസർമാരുടെ മേൽനോട്ടത്തിലാണ് ചികിത്സ പുരോഗമിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും രോഗിയുടെ ആരോഗ്യനില ഡോക്ടർമാരുടെ സംഘം പ്രത്യേകം യോഗം ചേർന്ന് വിലയിരുത്തുന്നുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ പോലെ നിപ പടർന്നു പിടിച്ചിട്ടില്ല എന്ന ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിപ രോഗിയുടെ സ്ഥിതി അതേ നിലയിൽ തുടരുന്നുവെങ്കിലും മറ്റ് ആശങ്കകൾക്ക് വകയില്ല. ഷിഗല്ല കേസുകൾ കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഷിഗല്ല പ്രതിരോധത്തിനായി ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കെ മുരളീധരൻ ഗുരുവായൂരിൽ പറഞ്ഞു. കാര്യമായിട്ട് ആശങ്കയ്ക്ക് വകയില്ല. നിപ രോഗിയുടെ സ്ഥിതി അതേപോലെ തന്നെ തുടരുകയാണ്. ഷിഗല്ല ഇപ്പോൾ കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്നലെ അതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചർച്ച നടത്തി. ലോക്കൽ ബോഡിയായിട്ട് ബന്ധപ്പെട്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുക, അത് മാത്രമേ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗ്ഗമുള്ളൂ. അതിൻ്റെ നിർദ്ദേശങ്ങൾ ഇന്നലെ നൽകി കഴിഞ്ഞു. ഇല്ല, അതൊക്കെ ഞങ്ങൾ നന്നായി നോക്കുന്നുണ്ട്. ഭാഗ്യവശാൽ ഈ നിപ പടർന്നിട്ടില്ല. അത് ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ഒരു കൂട്ടായ്മ കാരണം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഉണ്ടായ പോലെ ഒന്നും പടർന്നു പിടിച്ചിട്ടില്ല. ഇത്തവണ അത് തടഞ്ഞു നിർത്താൻ കഴിഞ്ഞത് ഡോക്ടർമാരെയും ജീവനക്കാരെയും വിശ്വാസം എടുത്തുകൊണ്ടാണ്. അവരുടെ പ്രവർത്തനങ്ങളാണ് ഇത്രയും ഈ ഒരു പടരാൻ സാധ്യതയുള്ള രോഗത്തിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തും കോർപ്പറേഷനും തമ്മിൽ ശീതയുദ്ധം. ജില്ലാ ആശുപത്രിയിലേക്കുള്ള കുടിവെള്ള പൈപ്പ് ലൈന് അനുമതിയില്ല. കുടിവെള്ളവും ഫയർഫോഴ്സ് അനുമതിയും ലഭിക്കാതെ ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റുകയാണ്. ആയിരക്കണക്കിന് രോഗികൾ ദിവസേന ആശ്രയിക്കുന്ന കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്കുള്ള കുടിവെള്ള വിതരണത്തിനാണ് പ്രതിസന്ധി നേരിടുന്നത്. പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കോർപ്പറേഷന്റെ നിലപാട് വിലങ്ങുതടിയാകുന്നുവെന്നാണ് ജില്ലാ പഞ്ചായത്തിന്റെ ആരോപണം. പുതിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലേക്ക് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനാണ് അനുമതി നൽകാത്തത്. കോർപ്പറേഷൻ റോഡിലൂടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്നാണ് നിലപാട്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വാട്ടർ അതോറിറ്റിക്ക് 2.31 കോടി രൂപ കൈമാറിയിരുന്നു. എന്നാൽ കോർപ്പറേഷൻ അനുമതി നൽകാത്തതിനാൽ പ്രവൃത്തികൾ അനിശ്ചിതമായി നീളുകയാണ്. നിർമ്മാണ പ്രവൃത്തികൾ വാട്ടർ അതോറിറ്റിക്ക് കൈമാറിയതിലാണ് കോർപ്പറേഷന് അതൃപ്തി. ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് കോർപ്പറേഷൻ നടത്തുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ പറഞ്ഞു. മേയറോട് ഞാൻ പേഴ്സണലായിട്ട് സംസാരിച്ചിരുന്നു. അതുപോലെ അവിടുത്തെ സെക്രട്ടറിയെ വിളിച്ച് സംസാരിച്ചിരുന്നു. ഇങ്ങനെ വിഷയമുണ്ട്, ഇങ്ങനെ അപേക്ഷ കൊടുത്തിട്ട് തീരുമാനം എടുത്തിട്ടില്ല. അപ്പോൾ അവർ മേയർ പറഞ്ഞത് ഭരണസമിതി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ ഏതായാലും ആദ്യഘട്ടത്തിൽ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോട്ടെ, റോഡൊക്കെ പൊളിക്കുമ്പം ചിലപ്പം പ്രശ്നമൊക്കെ വരണ്ട എന്നുള്ളതുകൊണ്ട് റോഡ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോട്ടെ എന്നാണ് പറഞ്ഞത്. തരില്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതുവരെ ഏതാണ്ട് ഇപ്പോൾ 1 വർഷമാകാൻ വേണ്ടി പോവാണ്. ഇതുവരെ അവിടുന്ന് അനുമതി കിട്ടിയിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം അവിടുന്ന് ജില്ലാ ആസ്പത്രിയിൽ മീറ്റിംഗ് നടക്കുമ്പോഴാണ് മേയറെ വിളിച്ചത്. അപ്പോൾ അവരന്നേരം പറഞ്ഞത് തരാൻ വേണ്ടി പറ്റില്ല, നിങ്ങൾ വേറെ വഴി നോക്കിക്കോ എന്നുള്ള ഒരു ധിക്കാരപരമായിട്ട് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പൈപ്പ് ലൈൻ സ്ഥാപിച്ച് ഭൂഗർഭ ടാങ്കിൽ വെള്ളം എത്തിച്ചാൽ മാത്രമേ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന് അഗ്നിരക്ഷാസേന NOC ലഭിക്കുകയുള്ളൂ. NOC ലഭിക്കാതെ ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന് പൂർണ്ണതോതിൽ പ്രവർത്തിക്കാനാകില്ല. അമൃത ന്യൂസ്, കണ്ണൂർ. തൃണമൂൽ കോൺഗ്രസിന്റെ പേരും ചിഹ്നവും സ്വന്തമാക്കാൻ നിയമ നടപടി സ്വീകരിക്കുമെന്ന വിമത എംപിമാർ. ഇക്കാര്യം ഉന്നയിച്ച് സുപ്രീംകോടതിയെ സമീപിക്കാനാണ് തീരുമാനം. ഇന്ത്യയുടെ ഭാഗമാകുന്നതിന് വിമത എംപിമാർ ഇന്നലെ സ്പീക്കർ ഓം ബിർളയെ കണ്ട് കത്ത് നൽകിയിരുന്നു. പാർട്ടിയുടെ 28 എംപിമാരിൽ 22 പേരുടെ പിന്തുണയുണ്ടെന്നും ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ പ്രവർത്തിക്കുമെന്നും MP കക്കോലി ഘോഷ് ദസ്തിഗാർ വ്യക്തമാക്കി. അതേസമയം വിമത എംപിമാരെ അംഗീകരിക്കരുത് എന്നാവശ്യപ്പെട്ട് മമതാ പക്ഷം സ്പീക്കർക്ക് കത്ത് നൽകും. കാസർഗോഡ് ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ സൈക്കിൾ യാത്ര 30 വർഷം പിന്നിടുന്നു. വിദ്യാലയങ്ങളിലെത്താൻ ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കുന്ന കാലത്ത് 1000-ൽ പരം വിദ്യാർത്ഥികളാണ് ഉദിനൂർ ഗവൺമെന്റ് സ്കൂളിലേക്ക് സൈക്കിളിൽ എത്തുന്നത്. അന്തരീക്ഷ മലിനീകരണം പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കുട്ടികളുടെ സൈക്കിൾ യാത്രയ്ക്ക് അധ്യാപകരുടെ പൂർണ്ണ പിന്തുണയുമുണ്ട്.
ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് സൈക്കിളിൽ സഞ്ചരിച്ചെത്തുന്നത് 1200ഓളം വിദ്യാർത്ഥികൾ. വിവിധ ഗ്രാമങ്ങളിൽ നിന്നായി കുട്ടികൾ സൈക്കിളുകളിൽ എത്തുന്ന ഉദിനൂരിന്റെ സൈക്കിൾ പെരുമ 30 വർഷം പിന്നിടുമ്പോൾ പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കൽ, വാഹനയാത്ര ഒഴിവാക്കിയുള്ള സാമ്പത്തിക നിയന്ത്രണം, സൈക്കിൾ സഞ്ചാരത്തിലൂടെ ലഭിക്കുന്ന ആരോഗ്യപരമായ ഗുണങ്ങൾ തുടങ്ങിയവ സൈക്കിൾ ഉപയോഗിച്ച് സ്കൂളിലെത്തുന്നതിന് കുട്ടികളെ തൽപരരാക്കുന്നു. വാഹന സൗകര്യങ്ങൾ ഏറെയുള്ള കാലത്ത് ഇത്രയേറെ കുട്ടികൾ സൈക്കിൾ ഉപയോഗിച്ച് സ്കൂളിലെത്തുന്നത് കൗതുകമേറിയ കാഴ്ച കൂടിയാണ്. ഇപ്പം നമ്മുടെ സ്കൂളിൽ ഇപ്പം 1000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടെങ്കിലും ആ 95% വിദ്യാർത്ഥികളും സൈക്കിളിൽ തന്നെയാണ് ഭൂരിഭാഗം കുട്ടികൾ എത്തുന്നത്. രാവിലെ സൈക്കിളിൽ വരുന്നതായിട്ട് തന്നെ നല്ല ആരോഗ്യം കിട്ടും, നല്ല എക്സസൈസ് ആണ്. പിന്നെ അതുപോലെ തന്നെ സൈക്കിളിൽ വരുന്നതുകൊണ്ട് തന്നെ പൊല്യൂഷൻ ഫ്രീ ആക്കാൻ കഴിയും നമുക്ക്. മറ്റ് വാഹനങ്ങളിൽ വരുമ്പോൾ പൊല്യൂഷൻ, വാഹന പുക കാരണമാകുന്നതായിട്ട് സൈക്കിളാകുമ്പോൾ അതില്ലാതാകും. സ്കൂൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഉദിനൂരിന്റെ വഴികളെല്ലാം സൈക്കിൾ ബെല്ലുകളാൽ മുഖരിതമാണ്. ഉദിനൂർ ഗവൺമെന്റ് സ്കൂളിന്റെ ഗ്രൗണ്ടിന് സമീപം എത്തിയാൽ സൈക്കിളുകൾ നിർത്തിയിട്ട നീണ്ട നിര കാണാം. കുട്ടികളുടെ സൈക്കിളിന്റെ ബെല്ലടി കേട്ടിട്ടാണ് ഉദിനൂർ ഗ്രാമം ഉണരുന്നത്. സ്വാഭാവികമായും ഒരു കുട്ടി സൈക്കിളിലെടുത്ത് വിദ്യാലയത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന കായികപരമായ ഒരു പ്രചോദനം, കുട്ടികൾക്ക് പഠിക്കാനുള്ള ഉണർവും ഉന്മേഷവും അവർക്ക് ലഭിക്കുന്നുണ്ട് എന്ന് കുട്ടികൾ നിരന്തരം സൂചിപ്പിക്കാറുണ്ട്. ഇന്ന് വാഹനങ്ങളുടെ പുക മൂലം ഒരുപാട് അന്തരീക്ഷം മലിനമാകുന്ന ഒരു സാഹചര്യം, അതുപോലെ ഊർജ്ജ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം വളരെയധികം വർദ്ധിച്ചൊരു കാലഘട്ടം. നമുക്കറിയാം, ഇന്ധനക്ഷാമവും ഇന്ധനത്തിൻ്റെ വിലക്കയറ്റമൊക്കെ അനുഭവപ്പെടുന്ന ഈ സമയത്ത് ഒരു ഊർജ്ജ സംരക്ഷണം എന്നുള്ള അതിന്റെ ഉപാധി കൂടിയാണ് നമ്മുടെ സൈക്കിള്. സൈക്കിൾ ഉപയോഗിച്ച് വിദ്യാലയത്തിലെത്തുന്നവരിൽ കൂടുതലും പെൺകുട്ടികളാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ സൈക്കിൾ ഉപയോഗിച്ച് സ്കൂളിലെത്തുന്നതിന്റെ പെരുമയും ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സ്വന്തമാണ്. അമൃത ന്യൂസ്, കാസർഗോഡ്. കോട്ടയം വടവാതൂരിലെ പഴയ മാലിന്യ ശേഖരണ കേന്ദ്രത്തിലെ മാലിന്യം പൂർണ്ണമായും നീക്കി കൺവെൻഷൻ സെന്റർ നിർമ്മിക്കാൻ പദ്ധതിയുമായി കോട്ടയം നഗരസഭ. BOT വ്യവസ്ഥയിൽ കൺവെൻഷൻ സെന്റർ നിർമ്മിക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. ഇവിടുത്തെ മാലിന്യക്കൂനകൾ നീക്കുന്നതിനുള്ള ബയോ മൈനിങ് 60% പൂർത്തിയായി. ഒരു കാലത്ത് കോട്ടയം നഗരസഭയുടെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായിരുന്നു വിജയപുരം പഞ്ചായത്ത് പരിധിയിലെ വടവാതൂരിലുള്ള ഈ ഭൂമി. ഇവിടെ നിന്നുള്ള മാലിന്യങ്ങൾ സമീപത്തെ ജലസ്രോതസ്സുകളിൽ വരെ കലർന്നു തുടങ്ങിയതോടെ പ്രദേശവാസികൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് സമരം നടത്തുകയും കോടതി ഉത്തരവിനെ തുടർന്ന് ഡംപിംഗ് യാർഡ് അടച്ചുപൂട്ടുകയും ചെയ്തു. എന്നാൽ 8 മീറ്ററിലധികം ഉയരത്തിൽ ഉണ്ടായിരുന്ന മാലിന്യക്കൂനകൾ പരിസ്ഥിതിക്കും ജനങ്ങളുടെ ആരോഗ്യത്തിനും ഭീഷണിയായി അവശേഷിച്ചു. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയിൽപ്പെടുത്തി ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. പരമാവധി 3 മാസത്തിനുള്ളിൽ ഈ മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യുമെന്ന് നഗരസഭാ ചെയർമാൻ അറിയിച്ചു. 2 മാസത്തിനകം അവിടെ പൂർണ്ണമായും അവിടുത്തെ മാലിന്യങ്ങളടക്കം നീക്കി ഇനിയുണ്ട ബാക്കി പണികളുടെ പൂർത്തീകരിച്ച് അതിൽ 2 ലെയറായ ഒരു തട്ടാക്കി മാറ്റി തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവരുടനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. 2 മാസം ഈ മഴയുടെ വന്നാൽ ചിലപ്പോൾ 1 മാസം കൂടെ കൂടുമായിരിക്കും. എങ്കിൽ പോലും അത് അതിവേഗം അത് ചെയ്തെടുക്കാൻ പറ്റും. 10 ഏക്കറോളം ഭൂമിയാണ് ഇവിടെ നഗരസഭയ്ക്ക് സ്വന്തമായി ഉള്ളത്. ആധുനിക സൗകര്യങ്ങളോടെ ഒരു കൺവെൻഷൻ സെൻറ്റർ ഇവിടെ സ്ഥാപിക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. 3 ഏക്കറോളം ഭൂമിയാകും ഇതിനായി പ്രയോജനപ്പെടുത്തുക. കൺവെൻഷൻ സെൻറ്റർ സ്ഥാപിക്കാൻ നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും പണം കണ്ടെത്തുക ബുദ്ധിമുട്ടായതിനാൽ BOT അടിസ്ഥാനത്തിലാവും നിർമ്മാണം. വലിയ പ്രോഗ്രാമുകൾ നടത്താൻ ഒരു കൺവെൻഷൻ സെൻ്ററിൻ്റെ കുറവ് കോട്ടയംകാർ അനുഭവിക്കുക. ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവിടെ 9 ഏക്കറിനകത്ത് ഒരു പകുതിയിൽ കൂടുതൽ വരുന്ന സ്ഥലം ഒരു കൺവെൻഷൻ സെൻ്ററിന് വേണ്ടി രൂപപ്പെടുത്തണമെന്ന് ഞങ്ങൾ ബഡ്ജറ്റിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്ന് അവിടെ നീക്കപ്പെട്ട മാലിന്യങ്ങളടക്കം ഒഴിവായത് ലാൻഡ് ഫില്ലിംഗ് നടത്തിയത് അടക്കമുള്ളിടത്തേക്ക് ഒരു വലിയ രീതിയിലേക്ക് ഒരു കൺവെൻഷൻ സെൻ്ററിന് രൂപം കൊടുക്കാനാണ് നഗരസഭ തുടക്കത്തിൽ ആരംഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു 4.5 ഏക്കറിൻ്റെ സ്ഥലത്തിനകത്ത് ഒരു കൺവെൻഷൻ സെൻ്റർ വന്നാൽ ആവശ്യത്തിന് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള സാഹചര്യം ഉണ്ടാകും. 15 വർഷത്തിന് ശേഷമാവും നഗരസഭയ്ക്ക് കൺവെൻഷൻ സെൻറ്ററിൽ നിന്നും വരുമാനം ലഭിക്കുക. പിന്നീട് നഗരസഭയുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്ന പദ്ധതിയായി ഇത് മാറും. ഈ വർഷം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമൃത ന്യൂസ്, കോട്ടയം. റിപ്പോർട്ടോടെ ഗുഡ് മോർണിംഗ് കേരളം ഇവിടെ പൂർണ്ണമാവുകയാണ്. KSRTCയിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി, പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടനം തത്സമയം ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കും. അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ വിശദമായ റിപ്പോർട്ടുകൾ പ്രേക്ഷകർക്ക് കാണാം. നമസ്കാരം.